അവസാന സെഷൻ വരെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ നിയന്ത്രിക്കണമേ, ഗൈഡ് ചെയ്യണമേ, സംസാരിക്കണമേ കർത്താവേ. ദൈവമേ, ഞങ്ങൾ വന്ന പോലെയല്ല കർത്താവേ, ഞങ്ങൾ തിരിച്ചു മടങ്ങി പോകുമ്പോൾ ദൈവമേ ഒരു സന്തോഷത്താൽ, അനുഗ്രഹത്താൽ, ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. എന്റെ ദൈവമേ, എല്ലാ മാനമഹത്വം എന്റെ കർത്താവിന്. പ്രാർത്ഥന കേട്ടതായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. വന്ദനമേശുപരാ, നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനമേശുപരാ, നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നറിയാതീരും നാമത്തിനാരവാ. വന്ദനം ചെയ്യുന്നു നിന്നറിയാതീരും നാമത്തിനാരവാ. ഇന്നു നിൻ സന്നിധിയിൽ ആടിയാക്കു വന്നു ചേരുവാതിനാ. ഇന്നു നിൻ സന്നിധിയിൽ ആടിയാക്കു വന്നു ചേരുവാതിനാ. തന്ന നിന്നുന്നതമാ കൃപയ്ക്കായി വന്ദനം ചെയ്യുന്നു. തന്ന നിന്നുന്നതമാ കൃപയ്ക്കായി വന്ദനം ചെയ്യുന്നു. വന്ദനമേശുപരാ, നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനമേശുപരാ, നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നറിയാതീരും നാമത്തിനാരവാ. വന്ദനം ചെയ്യുന്നു നിന്നറിയാതീരും നാമത്തിനാരവാ. ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൾ തരുന്ന. ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൾ തരുന്ന. പാത്രതയേതുമില്ല നിന്റെ കൃപയെത്ര വിചിത്രമോ. പാത്രതയേതുമില്ല നിന്റെ കൃപയെത്ര വിചിത്രമോ. വന്ദനം യേശുപരാ, നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നറിയാതീരും നാമത്തിനാരവാ. വന്ദനം ചെയ്യുന്നു നിന്നറിയാതീരും നാമത്തിനാരവാ. വാനദൂതഗണങ്ങൾ മനോഹരദാനങ്ങളായി സദനം. വാനദൂതഗണങ്ങൾ മനോഹരദാനങ്ങളായി സദനം. പൂതമെന്നെ പൂതത്തി സ്തുതിക്കുന്ന വാനവരെ നിനക്ക്. പൂതമെന്നെ പൂതത്തി സ്തുതിക്കുന്ന വാനവരെ നിനക്ക്. വന്ദനം യേശുപരാ, നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനമേശുപരാ, നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നറിയാതെ
ഒഴികെ ഈരത്തിൽ മറ്റാരുമില്ലാതിരിപ്പാൻ പരനേ. നീ ഒഴികെ ഈരത്തിൽ മറ്റാരുമില്ലാതിരിപ്പാൻ പരനേ. മറവിടമായി എനിക്ക് യേശുവുണ്ട്, മറച്ചിടും അവനെന്നെ ചിറകടിയിൽ. മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ മാറാതെ അവനെന്റെ അരികിലുണ്ട്. മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ മാറാതെ അവനെന്റെ അരികിലുണ്ട്. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വരഞ്ഞു ഞാൻ അറിയായില്ല. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വരഞ്ഞു ഞാൻ അറിയായില്ല. വരികയില്ല അവരെന്നെ പിരികയില്ല, മലരുകൾ പിടിച്ചെന്നെ നടത്തിയിരുന്നു. വരികയില്ല അവരെന്നെ പിരികയില്ല, മലരുകൾ പിടിച്ചെന്നെ നടത്തിയിരുന്നു. മറവിടമായി എനിക്ക് യേശുവുണ്ട്, മറച്ചിടും അവനെന്നെ ചിറകടിയിൽ. മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ മാറാതെ അവനെന്റെ അരികിലുണ്ട്. മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ മാറാതെ അവനെന്റെ അരികിലുണ്ട്. ഇതവേഗം ഞാൻ വാനവിരവിൽ ഇനിയും വരുമെന്നരുളി ചെയ്ത. ഇതവേഗം ഞാൻ വാനവിരവിൽ ഇനിയും വരുമെന്നരുളി ചെയ്ത. ഈ നല്ല നാഥനെ കാണുവാനായി ഇരവും പകലും എന്നെ വസിച്ചിടുന്നു. ഈ നല്ല നാഥനെ കാണുവാനായി ഇരവും പകലും എന്നെ വസിച്ചിടുന്നു. മറവിടമായി എനിക്ക് യേശുവുണ്ട്, മറച്ചിടും അവനെന്നെ ചിറകടിയിൽ. മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ മാറാതെ അവനെന്റെ അരികിലുണ്ട്. മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ മാറാതെ അവനെന്റെ അരികിലുണ്ട്. അനുദിനവും അനുഗമിപ്പാൻ അവൻ നല്ല മാതൃകയെനിക്ക്. അനുദിനവും അനുഗമിപ്പാൻ അവൻ നല്ല മാതൃകയെനിക്ക്. ആനന്ദ ജീവിത വഴിയിൽ നിന്ന് അനുഗ്രഹമായി എന്നെ നടത്തിയിടുന്നു. ആനന്ദ ജീവിത വഴിയിൽ നിന്ന് അനുഗ്രഹമായി എന്നെ നടത്തിയിടുന്നു. മറവിടമായി എനിക്ക് യേശുവുണ്ട്, മറച്ചിടും അവനെന്നെ ചിറകടിയിൽ. മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ മാറാതെ അവനെന്റെ അരികിലുണ്ട്. മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ മാറാതെ അവനെന്റെ അരികിലുണ്ട്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതിലെ വെള്ളം എരിച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ദൈവം അതിന്റെ മധ്യമുണ്ട്, അത് കുലുങ്ങി പോവുകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. ഒരുമിച്ച് വാക്യം. സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. നല്ല സങ്കീർത്തനായി സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയും, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. രണ്ടാം വാക്യത്തിൽ, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രം മധ്യ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഈ മൂന്ന് വാക്യങ്ങളിൽ ആസ്പദമാക്കി ദൈവം തന്റെ ജനത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തിച്ച ഒരു ചരിത്രം ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു.
രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഹിസ്കിയാവ് എന്ന രാജാവ് ഉണ്ടായിരുന്ന നമുക്കറിയാം. യഹൂദ രാജാക്കന്മാരിൽ 13ാം രാജാവായ ഹിസ്കിയാവ് ഹല്ലേലൂയ മറ്റു രാജാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. മറ്റു രാജാക്കന്മാർ ദൈവത്തെ മറന്ന് ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കാതെ ജീവിച്ചപ്പോൾ ഹിസ്കിയാവ് ദൈവത്തിനെ മുറുകെ പിടിക്കുകയും ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കുകയും ചെയ്തതായി നാം വചനത്തിൽ വായിക്കുന്നു. ഹിസ്കിയാവ് അത് മാത്രമല്ല ചെയ്തത്, തന്റെ രാജഭരണത്തിൽ അടഞ്ഞിരുന്ന ആലയം വീണ്ടും തുറക്കുവാൻ ഇടയായി. അവൻ അവിടെ ഉണ്ടായിരുന്ന മലിനതകളെ മാറ്റി ശുദ്ധീകരിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, യാഗപീഠങ്ങളെ വീണ്ടും കൊണ്ടുവരുവാൻ, യഥാസ്ഥാനത്തിൽ കൊണ്ടുവരുവാൻ ഹിസ്കിയാവ് ആ രാജാവ് ഹല്ലേലൂയ ഇടയാക്കി. ഇപ്രകാരം നല്ല പ്രവൃത്തികളെല്ലാം ചെയ്തപ്പോൾ, നന്മ പ്രവൃത്തികളെല്ലാം ചെയ്തപ്പോൾ തനിക്ക് ശത്രുവിന്റെ ഭീഷണി ഉണ്ടായി. നാം നന്മ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, നാം ഹല്ലേലൂയ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാം ഒട്ടും വിചാരിക്കുന്നത് ശത്രുവിന്റെ ഭീഷണിയോ ശത്രുക്കൾ ഉണ്ടാകുകയില്ല എന്ന് വിചാരിക്കുന്നത്. നമുക്കും തീർച്ചയായും ശത്രുക്കൾ ഉണ്ടാവും. പ്രൈസ് ലോർഡ്. നാം നന്മ ചെയ്യുമ്പോൾ നമ്മളെ തകർക്കുവാൻ ശത്രുക്കൾ നമുക്കെതിരായി വരും. പ്രൈസ് ലോർഡ്. അതാണ് വചനത്തിൽ ഹിസ്കിയാവിനെ നേരിടേണ്ടി വന്നത്. അപ്രകാരം ഹിസ്കിയാവ് നല്ല പ്രവൃത്തിയും ചെയ്ത് രാജഭരണത്തിലായിരുന്നപ്പോൾ തന്റെ ഒരു ശത്രു അശൂർ രാജാവ് തനിക്കെതിരായി ഭീഷണി മുഴക്കിക്കൊണ്ട് തന്റെ സന്നിധിയിലേക്ക് വന്നു. അദ്ദേഹം അശൂർ രാജാവ് തന്റെ ജനത്തെ, തന്റെ ആൾക്കാരെ അയച്ച് നമ്മുടെ ജനത്തോട്, യഹൂദ ജനത്തോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ എനിക്ക് കീഴ്പ്പെടണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീഴ്പ്പെടുത്തും, ഞാൻ യുദ്ധം ചെയ്ത് നിങ്ങളെ നശിപ്പിക്കുമെന്ന് അശൂർ രാജാവ് ആ ജനത്തോട് പറഞ്ഞു. എന്നാൽ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ 2 ദിനവൃത്താന്തം 32-ാം അധ്യായത്തിൽ നമുക്കത് വായിക്കാവുന്നതാണ്. അപ്രകാരം അശൂർ രാജാവ് തന്നെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി ഇപ്രകാരം ഒരു കയ്യെഴുത്ത് പുറപ്പെടുവിച്ചു: നിങ്ങളുടെ ദൈവം നിങ്ങളെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല, നിങ്ങളുടെ ദൈവത്തെ, നിങ്ങൾ വിളിക്കുന്ന ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ സാധിക്കുകയില്ല, നിങ്ങളുടെ രാജാവ്, നിങ്ങളുടെ ഹിസ്കിയാവ് രാജാവ് നിങ്ങളെ വഞ്ചിക്കുകയാണ്, അവൻ നിങ്ങളെ പറ്റിക്കുകയാണ്. അപ്രകാരം എല്ലാം പറഞ്ഞ് ഒരു കയ്യെഴുത്ത് പുറപ്പെടുവിച്ചു. എന്നാൽ ജനം വളരെ ദുഃഖിതരായി. ഹിസ്കിയാവ് രാജാവ് ദുഃഖിതനായി തീർന്നു. താൻ ഇത്രയും നന്മ പ്രവൃത്തികളെല്ലാം ചെയ്ത് ദൈവത്തെ ആരാധിക്കുമ്പോൾ ശത്രു തനിക്ക് കൊണ്ടുവന്ന ഈ ഭീഷണി കത്ത് വളരെ വേദനയോടെ താൻ കണ്ടു. പ്രൈസ് ലോർഡ്. എന്നാൽ താൻ ഒട്ടും ഭയപ്പെട്ടില്ല എന്ന് ഞാൻ വചനത്തിൽ വായിക്കുന്നു. താൻ എന്ത് ചെയ്തു? പ്രൈസ് ലോർഡ്. അതാണ് 1-ാം വാക്യത്തിൽ പറയുന്ന പോലെ, ദൈവം എന്റെ സങ്കേതവും ബലവും, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ എന്ന് താൻ വിശ്വസിച്ചു. ഹിസ്കിയാവ് ഈ വചനം അങ്ങ് ഏറ്റെടുത്ത് വിശ്വസിച്ചു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, എത്ര രാജാവിന്റെ ഭീഷണിയായാലും, എത്ര സൈന്യാധിപതിയുടെ ഭീഷണിയായാലും താൻ ആശ്രയിക്കുന്ന രാജാവ് തനിക്ക് രക്ഷ നൽകും. അതുകൊണ്ട് ഞാൻ കുലുങ്ങി പോവുകയില്ല. ദൈവം എന്നെ രക്ഷിക്കുമെന്ന് താൻ ഉറച്ചു വിശ്വസിച്ചു. പ്രൈസ് ലോർഡ്. ഈ ഭീഷണി കത്ത് തന്റെ ദൈവസന്നിധിയിൽ, താൻ ആശ്രയിക്കുന്ന ദൈവത്തിന് മുമ്പിൽ അങ്ങ് വെച്ച് പ്രാർത്ഥിച്ചു. പ്രൈസ് ലോർഡ്. തന്റെ കരങ്ങളെ ഉയർത്തി സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. തനിക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു മറുപടി അയച്ചു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. പലപ്പോഴും നാം വിചാരിക്കരുത് ദൈവം അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ദൈവം മറുപടി അയക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം തന്റെ ദൂതനെ അയച്ച് അവിടെ ഒരു അത്ഭുതം പ്രവർത്തിച്ചതായി നാം വചനത്തിൽ വായിക്കുന്നു. അശൂർ രാജാവിന്റെ സൈന്യാധിപതികളിൽ പരാക്രമശാലികളായ ഏകദേശം 1,85,000 പേരെ ദൈവം ആ ദൂതനെ അയച്ച് അവരെ വെട്ടിക്കൊന്നതായി നാം വചനത്തിൽ വായിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒരൊറ്റ ദൂതനെ കൊണ്ട് ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചതായി നാം വചനത്തിൽ വായിക്കുന്നു. ഹിസ്കിയാവ് വിശ്വസിച്ചത് സ്വർഗസ്നായ ദൈവത്തെയാണ്. ഹല്ലേലൂയ. എത്ര വലിയ രാജാവായാലും, എത്ര വലിയ സൈന്യാധിപതിയായാലും അതൊന്നും ഞാൻ ഭയപ്പെടുകയില്ല. വചനത്തിൽ പറയുന്നത് പോലെ ഞാൻ കുലുങ്ങി പോവുകയില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതന്നെയാണ് നമുക്കും വിശ്വസിക്കേണ്ടത്. ദൈവം നമ്മുടെ സങ്കേതവും ബലവും, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ. അതാണ് ഹല്ലേലൂയ. ഹിസ്കിയാവ് രാജാവ് വിശ്വസിച്ചതുപോലെ നാമും ദൈവസന്നിധിയിൽ വിശ്വസിക്കേണ്ടതാകുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല, നാം നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ നാം അഭിമുഖീകരിക്കേണ്ടി വന്നു, എന്നാൽ ദൈവം അതിൽ പരിഹാരം നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. 3-ാം വാക്യത്തിൽ ഇതിൽ പറയുന്നു, അതിലെ വെള്ളം എരച്ച് കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാൽ നാം ഭയപ്പെടുകയില്ല. യെശയ്യാവ് 43-ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നു. 2-ാം വാക്യം: നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയുമില്ല, നീ തീയിൽ കൂടി നടന്നാലും വെന്തു പോവുകയുമില്ല, അഗ്നി ജ്വാലനെ ദഹിപ്പിക്കുകയുമില്ല.
എത്ര വലിയ വാഗ്ദാത്തമാണ് ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ആമേൻ. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദൈവമാകുന്നു. പ്രൈസ് ലോർഡ്. ഇവിടെ വരുവിൻ. ഹല്ലേലൂയ. ആമേൻ. യാക്കോബിന്റെ ദൈവം നമ്മോട് കൂടെയുണ്ട്. ആമേൻ. സൈന്യങ്ങളുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്. അതാണ് ദൈവം തരുന്ന നമ്മോടുള്ള വാഗ്ദത്തം. ഹല്ലേലൂയ. ആമേൻ. എത്ര പ്രശ്നങ്ങൾ വന്നാലും ഹല്ലേലൂയ ഭയപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. ആമേൻ. ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ള ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എത്ര നല്ലൊരു സന്ദേശമാണ് ദൈവം നമുക്ക് നൽകുന്നത്. ആമേൻ. ലാസ്റ്റ് ഒരു വാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തിന് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. 46-10 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. ആമേൻ. പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളിൽ ആമേൻ പല ഉത്തരങ്ങൾ കാണാതെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും. എന്താണ് തക്ക സമയത്ത് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാത്തതെന്ന്. എന്നാൽ വചനത്തിൽ ഇപ്രകാരം പറയുന്നു: മിണ്ടാതിരുന്ന് ഹല്ലേലൂയ എന്റെ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ആമേൻ. പലപ്പോഴും നമുക്ക് പരാതികളും തുറുകുറുപ്പുകളും ഉണ്ടെങ്കിലും ദൈവം തന്റെ തക്ക സമയത്ത് തനിക്ക് നമുക്ക് വേണ്ടി വഴിയൊരുക്കുന്ന ദൈവമാണ്. ആമേൻ. ഇസ്രായേൽ ജനത്തിന്റെ പ്രാർത്ഥന കേട്ട് അവിടെ മോശയെ ഒരുക്കിയതുപോലെ നമുക്ക് വേണ്ടി ദൈവം ഹല്ലേലൂയ ഒരു അത്ഭുതം, ആമേൻ, ഒരു പ്രവൃത്തി നമുക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമായി ഏറ്റവും അടുത്ത തുണയായി ഹല്ലേലൂയ ഹിസ്കിയാവ് രാജാവ് വിശ്വസിച്ചതുപോലെ നമുക്കും ഹല്ലേലൂയ ഏറ്റെടുത്തുകൊണ്ട് എത്ര വലിയ ഭീഷണി വന്നാലും ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം, അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മോട് കൂടെയുണ്ടെന്നുള്ള ഒരു വിശ്വാസത്തോടെ ആമേൻ നമുക്ക് എല്ലാവർക്കും മുമ്പോട്ട് ഒരുമിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ ആമേൻ മുൻപറ്റ ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. I will praise the Lord, always keep the Lord before me. ദൈവം നമ്മുടെ സങ്കേതബലമാകുന്നു, കഷങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതം കുലുങ്ങി സമുദ്രം മധ്യ വീണാലും അല്ലെ വെള്ളം വെച്ച് കലങ്ങിയാലും അതിന്റെ കോപം നമ്മുടെ പർവ്വതം കുലുങ്ങിയാൽ നാം ഭയപ്പെടുകയില്ല. സങ്കേതത്തിൽ 46:1-2. For slaughter is better than sacrifice, and to heat is better than the fat of rams. 1 Samuel 15:22. All things have passed away. Your love has stayed the same. Your constant grace remains the cornerstone. Things that we thought were dead are breathing new life again. You cause your sun to shine on darkness night. For all that you've done, we will pour out your love and be our anthem song. Jesus, we love you. Oh, how we love you. You are the one our hearts adore. The hopeless have found their way. The orphans have now taken home. All that was lost was found in its place.
are the one hearts adore. Jesus, we love. Oh, how He loves. You are the one hearts adore. Jesus, we love. Oh, how we love. You are the one hearts adore. ഇന്നത്തെ വചന ചിന്തയ്ക്കായി എഫേസ്യർക്ക് എഴുതിയ ലേഖനം ആമേൻ രണ്ടാമത്തെ അധ്യായം 10ാമത്തെ വാക്യം വായിക്കാം. ബുക്ക് ഓഫ് എഫീഷ്യൻസ് ചാപ്റ്റർ 2 വേർഡ്സ് 10. നാം ഒരു കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശു സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം മുന്നിൽ ഒരുക്കിയിരിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, എന്റെ ദൈവമേ കർത്താവേ, തന്ന നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ ദൈവമേ കർത്താവേ, പ്രാർത്ഥനയുടെ ഈ സെഷൻ വരെ കർത്താവേ ഞങ്ങളുടെ സ്ഥാനത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കർത്താവേ. ഈ സെഷൻ ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്ന ദൈവമേ, ജനത്തിനായി പ്രാർത്ഥിക്കുന്നു, അവരെ മേൽപ്പിക്കുന്നു. എന്റെ ദൈവം അടിനെ മേൽപ്പിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവേ, വലിയൊരു മൂവ്മെന്റ് ഇവിടെ നടക്കുന്നതിനാൽ എന്റെ ദൈവമേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, അടിനെ മേൽപ്പിക്കുന്നു. അങ്ങനത്തെ ആലോചനകൾ മാത്രം പറയുവാൻ സഹായിക്കണമേ കർത്താവേ. എല്ലാ മാനം മഹത്വം എന്റെ കർത്താവിന്. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്വതം ഈ പകൽക്കാലം ആമേൻ കർത്താവിന്റെ ഇടപെടലിന് വേണ്ടി എത്ര പേര് തയ്യാറാണ്? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ചുമ്മാ കൈ പൊക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്, വാസ്തവമായിട്ട് ഞാൻ ചോദിക്കുവാണ് എത്ര പേര് തയ്യാറാണ്? സ്തോത്രം. കാരണം ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് വാസ്തവമായി ഇടപെടും. ആമേൻ. കഴിഞ്ഞ നമ്മുടെ എല്ലാ മീറ്റിംഗ്സ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ആമേൻ ആമേൻ ഒരു മീറ്റിംഗ് കഴിഞ്ഞ അടുത്ത മീറ്റിംഗ് ലോട്ട് കർത്താവ് ആമേൻ ശക്തമായി നമ്മളോട് സംസാരിക്കാറുണ്ട്. അനേക ആലോചനകൾ ദൈവം നമുക്ക് തരാറുണ്ട്. അനേക ആമേൻ സ്തോത്രം ആമേൻ മിഷൻസ് ആൻഡ് വിഷൻസ് ദൈവം നമുക്ക് തരാറുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഈ ഞായറാഴ്ച പോലും ആമേൻ കർത്താവ് നമ്മുടെ കഴിഞ്ഞ സൺഡേ കാട്ടിലും ഒത്തിരിയായി നമ്മളോട് ഇന്ന് ദൈവം സംസാരിക്കും. അതിനുവേണ്ടി ആമേൻ സ്തോത്രം ഫിസിക്കലി മെന്റലി ആമേൻ സ്പിരിച്വലി നമ്മളെല്ലാവരും ഇന്ന് റെഡി ആയിട്ടിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വായിച്ച എഫേസ്യർക്ക് എഴുതിയ ലേഖനം ആമേൻ 2ാമത്തെ അധ്യായം അതിന്റെ 10ാമത്തെ വാക്യമാണ്. For we are God's handiwork, created in Christ Jesus to do good works which God prepared in advance for us to do. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കാൻ പോകുന്ന അനേകം വിഷയങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരിക്കും നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. സ്തോത്രം. ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഫസ്റ്റ് സബ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ വായിക്കുന്നു, for we are God's handiwork. എന്തുവാണ് ഹാൻഡിവർക്ക്? എന്തുവാണ് കർത്താവിന്റെ പ്രവൃത്തി? ചില ട്രാൻസ്ലേഷനിൽ മാസ്റ്റർ പീസ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്റെ ബൈബിളിൽ ഹാൻഡിവർക്ക് എഴുതിയിട്ടുണ്ട്. ചില ട്രാൻസ്ലേഷനിൽ മാസ്റ്റർ പീസ് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഹാൻഡിവർക്കിന്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ വർക്ക് ഡൺ ബൈ ഹാൻഡ്, കൈകൊണ്ട് പ്രവൃത്തി ചെയ്തതാണ് ഒരു ഹാൻഡിവർക്ക്. മാസ്റ്റർ പീസിന്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ വർക്ക് ഓഫ് എൻ ഔട്ട്സ്റ്റാൻഡിംഗ് സ്കിൽ ഓർ വർക്ക്മെൻഷിപ്പ്. മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി ഒത്തിരി നല്ലതായി ഒത്തിരി കഴിവുള്ളവൻ ഉണ്ടാക്കിയ പ്രൊഡക്റ്റിനാണ് ഒരു മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. സാധാരണമായ കാര്യത്തിന് ജസ്റ്റ് ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു പീസ് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിയുള്ളവൻ, നല്ല കഴിവുള്ളവന്റെ പ്രൊഡക്റ്റ് ആണ് മാസ്റ്റർ പീസ്. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് വി ആർ ഗോഡ്സ് ഹാൻഡിവർക്ക്, അല്ലെങ്കിൽ ചില ട്രാൻസ്ലേഷനിൽ പറയുന്നു വി ആർ ഗോഡ്സ് മാസ്റ്റർ പീസ്. അപ്പൊ ഏറ്റവും നല്ലത് പ്രൊഡക്റ്റ് ആണ് നമ്മൾ. കർത്താവിന് ഏറ്റവും പ്രിയമുള്ള സൃഷ്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യനായിരുന്നു. ആമേൻ, സ്തോത്രം. കർത്താവിന്റെ ഏറ്റവും ബെസ്റ്റായ പ്രൊഡക്റ്റ് ആണ് മനുഷ്യന്മാരിക്കുന്ന നമ്മൾ. ആമേൻ. നമ്മൾ ഈ ലോകം മുഴുവൻ നമ്മൾ നോക്കിയാലും കർത്താവ് സൃഷ്ടിച്ച ഏറ്റവും പ്രിയമുള്ള സൃഷ്ടിയായിരുന്നു മനുഷ്യൻ. എന്തുമാത്രം കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നടക്കാറുണ്ട്. നമ്മൾ ഇവിടെ ഇപ്പൊ ഇരിക്കുവാണെങ്കിലും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഹൃദയം, നമ്മുടെ ബുദ്ധി, നമ്മുടെ ന്യൂറോൺസ്, നമ്മുടെ DNA എല്ലാ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ പോലും അറിയാതെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പൊ
ഒത്തിരി ക്ലിയർ ആയിട്ട് ഒത്തിരി കഴിവോടെ സൃഷ്ടിച്ച ഒരു ക്രിയേഷൻ ആണ് മനുഷ്യൻ. അതിനാണ് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ളത്, വി ആർ ഗോഡ്സ് ഹാൻഡിവർക്ക്, വി ആർ ഗോഡ്സ് മാസ്റ്റർപീസ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സ്തോത്രം, ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ കഴിവ് കൂടി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണമെന്ന്, അത് അംഗീകരിക്കണമെന്ന്, അത് അംഗീകരിച്ച് അതിൽ പ്രവർത്തിക്കണം നമ്മൾ. ആമേൻ. നമ്മൾ വായിക്കുന്നു, വി ആർ ഗോഡ്സ് ഹാൻഡിവർക്ക് ക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ടു ഡു ഗുഡ് വർക്ക്സ് which God prepared in advance for us to do. അപ്പോ ഈ മാസ്റ്റർ പീസ് ആയ നമ്മൾ, ഈ ക്രിയേഷൻ ആയ നമ്മൾക്ക് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നല്ല പ്രവൃത്തികൾ ചെയ്യണം. നല്ല പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി അനേക കാര്യങ്ങൾ ഓൾറെഡി ദൈവം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ആണ്. നമ്മൾ ജോലിയിൽ പോകുമ്പോൾ നമ്മളോട് ചില കാര്യങ്ങൾ പറയും, ഇതാണ് നിങ്ങളുടെ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം. അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് കോളേജിൽ പോകുമ്പോൾ ആ സ്റ്റുഡന്റിനോട് അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ റൂൾസ് ആണ്, ഇതാണ് ഞങ്ങൾ നിങ്ങളെ എക്സ്പെക്ട് ചെയ്യുന്നത്. മാന്യമായിട്ട് ഡ്രസ് ധരിക്കണം, മാന്യമായിട്ട് ക്യാമ്പസിൽ ബിഹേവ് ചെയ്യണം, സമയത്തിൽ ക്ലാസ്സിൽ വരണം, എക്സാംസ് എഴുതണം, അതിന്റെ റിസൾട്ട് അനുസരിച്ചായിരിക്കും നിങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ജോലിയിലായിരിക്കുമ്പോഴും നമ്മുടെ മാനേജേഴ്സ് നമ്മളോട് പറയാറുണ്ട്, ഇതാണ് നിന്റെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു ടാസ്ക് നിനക്ക് ഞാൻ തരുന്നു, 8 മണിക്കൂറിന്റെ ഉള്ളിൽ നീ ഈ ടാസ്ക് പൂർത്തീകരിക്കണം. നീ പൂർത്തീകരിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് ചെയ്യാൻ പറ്റിയില്ല, അതിന്റെ റീസൺ നീ എനിക്ക് പറഞ്ഞു തരണം. അപ്പൊ ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാസ്റ്റർ പീസ് ആയിരിക്കുന്ന നമുക്ക് ദൈവം നല്ല പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾ ഓൾറെഡി ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കർത്താവിന്റെ ഒരു എക്സ്പെക്ടേഷൻ ആണ് നമ്മുടെ എന്തുവാന്നറിയാം, ഈ നല്ല പ്രവർത്തികൾ നിങ്ങൾ ചെയ്യണം. പക്ഷെ മനുഷ്യന്റെ സ്വഭാവം അനുസരിച്ച് നോക്കുവാണെങ്കിൽ ദൈവം തരുന്ന ഒബ്ജക്റ്റീവ്സ് കാട്ടിലും മാനസികമായി ഈ ലോകത്തിൽ വെക്കുന്ന ഒബ്ജക്റ്റീവ്സിന്റെ പുറകെയാണ് മനുഷ്യൻ പോകുന്നത്. അതുകൊണ്ട് പ്രവൃത്തി ഒരു നല്ല പ്രവൃത്തിയായി മാറുന്നില്ല. എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ സന്തോഷം മനുഷ്യന് കിട്ടുന്നില്ല. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതം തന്നെ നോക്കിക്കേ. പണ്ട് നമ്മൾ നാട്ടിലായിരിക്കുമ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു വിദേശത്തിൽ പോകണമെന്ന്. വിദേശത്തിൽ എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും നേടണം. നേടിക്കഴിയുമ്പോൾ എവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കട്ടെ, അല്ലെങ്കിൽ മെസ്സേജ് കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തൃപ്തിയുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷമുണ്ടോ? എന്തോ വീണ്ടും കുറഞ്ഞ പോലെ മനുഷ്യൻ ലോകപ്രകാരം സുഖങ്ങളും അതിന്റെ ഒബ്ജക്റ്റീവ്സിന്റെ പുറകെ പോകുമ്പോൾ സന്തോഷം പ്രാപിക്കാൻ ഒരു ലക്ഷ്യം കിട്ടുന്നില്ല, ഒരു എൻഡ് ഇല്ല. പക്ഷെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവവചനം അനുസരിച്ച് നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമുക്കൊരു സംതൃപ്തി കിട്ടും, നമുക്കൊരു സന്തോഷം കിട്ടും. എന്തെങ്കിലും ചെയ്തെന്ന് ആ ഒരു എബിലിറ്റി, ആ ഒരു ഫോക്കസ്, അല്ലെങ്കിൽ ആ ഒരു സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ അത് വ്യാപരിക്കാൻ തുടങ്ങും. അതാണ് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷം, അതാണ് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്. അത് ഈ ലോകത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് ഞാൻ പറയട്ടെ, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ കളർ, നമ്മുടെ പൊക്കം, നമ്മുടെ വണ്ണം അല്ല തീരുമാനിക്കുന്നത്. കർത്താവ് നമ്മളെ എങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ടോ അത് കർത്താവിന്റെ ഒരു മാസ്റ്റർ പീസ് പ്രൊഡക്റ്റ് ആണ് ഞാൻ. ഹല്ലേലൂയ. ഞാൻ എന്റെ കർത്താവിന്റെ ഒരു മാസ്റ്റർ പീസ് പ്രൊഡക്റ്റ് ആണ്. ഹല്ലേലൂയ. നിങ്ങൾ നമ്മുടെ കർത്താവിന്റെ നല്ല ഒരു പ്രൊഡക്റ്റ് ആണ്. സ്തോത്രം. ഒരാളെ കൊണ്ട് സാധിക്കുവാണെങ്കിൽ മറ്റൊരാളെ കൊണ്ടും സാധിക്കും. സ്തോത്രം. അവിടെ ഇരിക്കുന്ന കസേരയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ മെസ്സേജ് കേൾക്കുന്നവർ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും, എന്നെ കൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് ഇങ്ങനെ പാടാൻ പറ്റത്തില്ല, എനിക്ക് ഇതുപോലത്തെ ടാലന്റ് ഇല്ല. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങൾ കർത്താവിന്റെ നല്ലൊരു മാസ്റ്റർ പീസ് പ്രൊഡക്റ്റാ. ഹല്ലേലൂയ. നിങ്ങളെ കാട്ടിലും നിങ്ങളെ നന്നായി അറിയുന്ന ഒരുത്തൻ മേളിൽ ഇരിപ്പുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഒരാളെ ചൂസ് ചെയ്താലുണ്ടല്ലോ, ദൈവം ഒരാളെ അപ്പോയിന്റ് ചെയ്താലുണ്ടല്ലോ, ദൈവം ഒരാളെ ഉപയോഗിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, അതിന് ഒരു
ഒരു എൻഡ് ഇല്ല. ആമേൻ സ്തോത്രം. അതിന് ഒരു എൻഡ് ഒരിക്കലുമില്ല. ഒന്നിന്റെ മേൽ ആമേൻ ദൈവപ്രവൃത്തി ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ജനത്തിനോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിരാശയുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ സന്തോഷമില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അൺഹാപ്പിനെസിന്റെ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ, ഇന്ന് ദൈവവചനം അടിസ്ഥാനം വെച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം വചനം പറയുന്നു, നിങ്ങൾ കർത്താവിന്റെ ഒരു ഹാൻഡി വർക്കാണ്. നിങ്ങൾ കർത്താവിന്റെ ഒരു മാസ്റ്റർ പീസ് ആണ്. മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കഴിവുള്ളവൻ അവൻ സൃഷ്ടിച്ച ഒരു പ്രൊഡക്റ്റിനെയാണ് മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. ആ കർത്താവായ യേശു ക്രിസ്തു അവൻ മനുഷ്യൻ കണ്ടതിനെ കാട്ടിലും വലിയതായ any man, more than any man who possesses the best of the abilities, അതിനെ കാട്ടിലും capable ആയ, അതിനെ കാട്ടിലും able ആയ ദൈവത്തിന്റെ പ്രൊഡക്റ്റാണ് ഞാനും നിങ്ങളും. ആ പ്രത്യാശയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. മാസ്റ്റർ പീസ് ആണ് ഞാൻ, മാസ്റ്റർ പീസ് ആണ് നിങ്ങൾ. ഹല്ലേലൂയ. മാസ്റ്റർ പീസ് ആയെങ്കിൽ ദൈവത്തിന്റെ നല്ല പ്രവൃത്തികൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നു. ആ നല്ല പ്രവൃത്തികൾ ദൈവം ഓൾറെഡി കുറിച്ചു വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. ദൈവം ഓൾറെഡി പ്ലാൻ ചെയ്തുകൊണ്ടിട്ടെന്നാ പറഞ്ഞത്. സ്തോത്രം. എന്റെ കാര്യത്തിൽ ദൈവം ഓൾറെഡി ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ആമേൻ സ്തോത്രം ഹിതപ്രകാരം ഞാൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം ചില പ്ലാനുകൾ എന്റെ ജീവിതത്തിൽ നിന്ന് ആമേൻ നിറവേറാൻ തുടങ്ങും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തുടങ്ങുമ്പോൾ ആമേൻ നല്ല പ്രവർത്തികൾ ദൈവം കുറിച്ചു വെച്ചത് ഒന്നിന്റെ പുറകെ ഒന്നായി ആമേൻ റിവീൽ ചെയ്യാൻ ആമേൻ ദൈവത്തിന് സാധിക്കുമെന്ന് ഞാൻ ഈ ദൈവസഭയോട് ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. ഒരു മാസ്റ്റർ പീസ് റെഡി ആകണമെങ്കിൽ ചില കാര്യങ്ങൾ അതിന്റെ പുറകെ ഉണ്ട്. ഇപ്പൊ നമ്മളൊരു കടയിൽ പോവുകയാണെങ്കിൽ, നമ്മളൊരു കടയിൽ പോകുമ്പോൾ, ഇപ്പൊ ഒരു കേക്കിന്റെ ഷോപ്പിൽ നമ്മൾ പോകുമ്പോൾ, നമ്മൾ ഒരു കണ്ണാടിക്കൂട്ടിൽ നല്ല കേക്ക് കാണാറുണ്ട്. പക്ഷേ അത് തയ്യാറായ ഒരു പ്രൊഡക്റ്റ് ആണ്. പക്ഷേ ആ കടയുടെ പുറകെ ഒരു കിച്ചൺ ഉണ്ട്. അവിടെ ഒരു ബേക്കർ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. ആ ഉണ്ടാക്കുന്ന പ്രോസസ് അല്ലെങ്കിൽ അത് ബേക്ക് ചെയ്യുന്ന പ്രോസസ് നമുക്ക് കാണാൻ സാധിക്കത്തില്ല, അത് ബാക്കിലായിരിക്കും. പക്ഷെ ആ ഒരു പ്രൊഡക്റ്റ് റെഡിയായി കഴിയുമ്പോൾ ആണ് ആ കണ്ണാടി കൂട്ടിൽ അല്ലെങ്കിൽ ആ ബോക്സിൽ ആ കേക്ക് വെക്കുന്നത്. അപ്പൊ വരുന്നവർ അത് കണ്ട് ആകർഷിക്കപ്പെടും. കണ്ടവർ ആമേൻ ആ കേക്ക് കണ്ടിട്ട് അവർക്ക് ആമേൻ സ്വന്തം പ്രിയം തോന്നും. അപ്പോൾ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മളെ തയ്യാറാക്കുമ്പോൾ ആമേൻ ചില മനുഷ്യൻ ആഗ്രഹിക്കുന്ന പോലെ ഉടനെ സ്റ്റേജിൽ കയറി വന്ന് ആമേൻ ആൾക്കാരുടെ മുൻപേ വെച്ച് പ്രസംഗിക്കാൻ ചിലപ്പോൾ സാധിക്കത്തില്ലായിരിക്കും. ആമേൻ ചിലപ്പോൾ മുൻപേ സ്റ്റേജിൽ കയറി വന്ന് ആൾക്കാരെ കാണിക്കാൻ ചിലപ്പോൾ പാടാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെങ്കിൽ നീ ബാക്ക് റൂമിൽ ഇരിക്കുമ്പോൾ ആമേൻ നീ ആ കസേരയിൽ ഇരിക്കുമ്പോൾ നീ മെസ്സേജ് കേൾക്കുമ്പോൾ നിന്നെ ആമേൻ ഒരു പബ്ലിക്കിൽ കൊണ്ടുവരാൻ വേണ്ടി ചില പണി ദൈവം ചെയ്തുകൊണ്ടിരിക്കുക നിന്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ചില പണികൾ ചെയ്ത് പൂർത്തീകരിക്കുമ്പോഴായിരിക്കും പൊതുവയിൽ വെക്കാൻ ദൈവം തയ്യാറാകുന്നത്. ആമേൻ സ്തോത്രം. ഞാൻ വീണ്ടും പറയട്ടെ, ആമേൻ കർത്താവിന്റെ ശുശ്രൂഷ അനേക സ്ഥലത്തിൽ അനേക ദൈവസഭകളിൽ ആമേൻ ദൈവം നിന്നെ ഉപയോഗിക്കണമെങ്കിൽ ആദ്യം ഒരു പണിയുണ്ട്. ആദ്യം ചില പണി ദൈവത്തിന് ചെയ്തെടുക്കാനുണ്ട്. ചിലപ്പോൾ ആൾക്കാർ നിന്നെ ശ്രദ്ധിക്കത്തില്ലായിരിക്കും, ചിലപ്പോൾ ആൾക്കാർ നിന്നെ അംഗീകരിക്കത്തില്ലായിരിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, ആമേൻ സ്തോത്രം, നിന്നെ റെഡിയാക്കി പുതു ദർശനത്തിൽ വെക്കാൻ ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശുശ്രൂഷകൾ വെളിപ്പെടാൻ വേണ്ടി ആമേൻ ചില സ്ഥലത്തിൽ നിന്നെ അയക്കണമെങ്കിൽ ഒരു തയ്യാറെടുപ്പ് ഇതിന്റെ പുറകെ ഉണ്ട്. ആമേൻ സ്തോത്രം. ഒരു കുശവന്റെ കയ്യിൽ കളിമണ്ണ് ആമേൻ സ്തോത്രം എന്തുമാത്രം പണികൾ ചെയ്തെടുത്താൽ മാത്രമേ അത് വിൽപ്പനയ്ക്ക് ആമേൻ മാർക്കറ്റിൽ വെക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആമേൻ സ്തോത്രം, ചില വർക്ക് ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ചെയ്തെടുക്കാനുണ്ട്. ചിലവർ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എത്ര നാളായി ഇങ്ങനെ, എത്ര നാളായി, എന്തുവാണ് സംഭവിക്കുന്നത്, ഒന്നും ഞാൻ അറിയുന്നില്ലല്ലോ. ഇന്നും ഞാൻ കസേരയിൽ ഇരിക്കുന്നു, പണ്ടും ഞാൻ
കസരയിൽ ഇരിക്കുമായിരുന്നു. ആമേൻ. പണ്ടും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഇന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന ജീവിതത്തിൽ ഒരു മാറ്റമില്ല, എന്റെ ശുശ്രൂഷയിൽ ഒരു മാറ്റമില്ല. ആമേൻ. സ്വന്തം ദൈവവേലയ്ക്ക് വേണ്ടി എനിക്ക് ആഗ്രഹമുണ്ട് പോകാൻ, പക്ഷേ ഒരു വാതിൽ എനിക്ക് വേണ്ടി തുറക്കുന്നില്ല. പക്ഷേ അവരോട് ഞാൻ പറയട്ടെ, സ്തോത്രം, ഹല്ലേലൂയ, ആ പ്രൊഡക്റ്റ് നിന്നെ പുതുദർശനത്തിൽ വെക്കാൻ ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ പുതുദർശനത്തിൽ വെക്കാൻ കർത്താവ് ചുമ്മാ ചീത്ത സാധനം വെക്കത്തില്ല. അവൻ ഇൻകംപ്ലീറ്റ് ആയ സാധനം ദൈവം വെക്കത്തില്ല. പക്ഷെങ്കിൽ എല്ലാത്തിലും പൂർത്തീകരിച്ച്, എല്ലാത്തിലും കംപ്ലീറ്റ് ആയി കാണാൻ പ്രസാദമുള്ളവർ, അവൻ കഴിച്ച് നല്ല രസിക്കാനുള്ളവരെ മാത്രമേ ദൈവം പുതുദർശനത്തിന് വെക്കാറുള്ളൂ. സ്തോത്രം. യു ആർ ദ മാസ്റ്റർ പീസ് ഓഫ് ഗോഡ്. പക്ഷെ നീ മാസ്റ്റർ പീസ് ആകണമെങ്കിൽ ആദ്യം ചില പണികൾ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 48-ന്റെ 10-ാമത്തെ വാക്യം വായിക്കാം. ഇതാ ഞാൻ നിന്നെ ഊതി കഴിച്ചിരിക്കുന്നു, വെള്ളിയെ പോലെ അല്ലതാനും ഞാൻ നിന്നെ കഷ്ടത ചുഴലാക്കുന്ന ശോധന കഴിച്ചത്. Isaiah 48 verse 10 പറയുന്നു, See, I have refined you, though not as silver, I have tested you in the furnace of affliction. ഇവിടെ ഒരു റിഫൈൻമെന്റിന്റെ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. ആമേൻ. ആമേൻ. സ്വർണത്തിന് എന്തുമാത്രം തീച്ചുളലിട്ട് അത് റെഡിയാക്കുന്നു, അതുപോലെ ആയിരിക്കും സ്വർണം വെളി വരുന്നത്. ആമേൻ. ആമേൻ. കഷ്ടത്തിന്റെ ഫർണസിൽ, കഷ്ടത്തിന്റെ ആമേൻ സ്തോത്രം തീച്ചുളയിൽ നിന്നെ ഇടുന്നത്, ആമേൻ സ്തോത്രം പ്രതികൂലത്തിന്റെ തീച്ചുളയിൽ നിന്നെ ഇടുന്നത് എന്തിനാണെന്നറിയാം? നിന്നെ ആമേൻ സ്തോത്രം കളയുവാനല്ല, നിന്നെ ആമേൻ സ്തോത്രം മറന്നു പോകാനല്ല. പക്ഷെ ഞാൻ പറയട്ടെ, ആമേൻ നിന്നെ റിഫൈൻ ചെയ്തെടുക്കാൻ വേണ്ടി, ആമേൻ നിന്റെ ജീവിതത്തിലുള്ള ഇംപ്യൂരിറ്റീസ് കളയാൻ വേണ്ടി എന്തുമാത്രം സ്വർണത്തിന് തീ കത്തിയിട്ട് ചൂടാക്കി എടുക്കുന്നു, അതുപോലെ പ്യോറായി സ്വർണമാണ് വെളിയിറങ്ങുന്നത്. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ ദൈവജനമേ, ഒരു മാസ്റ്റർ പീസായി നീ വെളിയിറങ്ങണമെങ്കിൽ അതിന് മുൻപേ ഒരു തീച്ചൂളയിൽ ദൈവം നിന്നെ ഇടും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ചിലവർ അനേകർ പ്രസംഗിക്കുന്നുണ്ടായിരിക്കും, ഓ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ സുഖമുള്ള ജീവിതമാണ്, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ആമേൻ കഷ്ടത ഇല്ലാത്ത ജീവിതമാണ്. പക്ഷെ ഞാൻ പറയട്ടെ, നിന്നെ തീച്ചൂളയിൽ ദൈവം ഇട്ടിരിക്കും. ആമേൻ. എന്തിനാണെന്നറിയാവോ? നിന്നെ തകർക്കുവാനല്ല, ആമേൻ സ്തോത്രം, നിന്നെ കളയുവാനല്ല, ആമേൻ നിന്നെ മറന്നു പോകാനല്ല, പക്ഷെങ്കിൽ ആമേൻ നിന്നെ പണിയുവാൻ വേണ്ടി. യെസ്, ഹല്ലേലൂയ. ആമേൻ നിന്നെ ആമേൻ കഷ്ടതയുടെ തീച്ചുളയിൽ ഇട്ട് ആമേൻ നിന്നെ സ്ട്രോങ് ആയി എടുക്കുവാൻ വേണ്ടി. യെസ്, ഇൻ ജീസസ് നെയിം. ആമേൻ. ഹല്ലേലൂയ. എത്ര പേര് അത് മനസ്സിലാക്കുന്നു? എന്റെ ഈ മെസ്സേജ് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ചിലവർ ചിന്തിക്കുന്നുണ്ടായിരിക്കും, 10 വർഷക്കാലം 5 വർഷക്കാലം എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, പക്ഷെ എനിക്ക് അതിന് ഒരു മറുപടി കിട്ടുന്നില്ലല്ലോ. ഞാൻ പറയട്ടെ സ്തോത്രം, ഈ പ്രതികൂല അവസ്ഥയിൽ നിന്നെ കടന്നു പോകുന്നത് എന്തിനാണെന്നറിയാവോ? ഒരു പുതു ദർശനത്തിന് വേണ്ടി നിന്നെ നിർത്താൻ. യെസ്, ഹല്ലേലൂയ. കുടുംബമായി ഒരു പുതു ദർശനത്തിൽ നിന്നെ നിർത്താൻ, അനേകരോട് സാക്ഷീകരിക്കുവാൻ, അനേകരോട് ദൈവവചനം പറയുവാൻ. ആമേൻ സ്തോത്രം. ദൈവവചനം പറഞ്ഞു, See, I have refined you. Yes, hallelujah. എന്തിനാണെന്നറിയാമോ? I have tested you, hallelujah, in the furnace of affliction. എന്തിനാണെന്നറിയാമോ? സ്തോത്രം. നല്ല ഒരു സ്വർണമായി വെളിയിറങ്ങുവാൻ, യെസ്, നല്ലൊരു പ്രൊഡക്റ്റായി വെളിയിറങ്ങുവാൻ. എത്ര പേരത് മനസ്സിലാക്കുന്നു? നിന്റെ ജീവിതത്തിൽ കഷ്ടതയില്ലെങ്കിൽ, നിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഇല്ലെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന ഒരു ഓബ്സ്റ്റക്കിൾ ഇല്ലെങ്കിൽ, ഞാൻ പറയട്ടെ, നീ എവിടുന്നോ ദൈവസന്നിധിയിൽ നിന്ന് മാറി നിൽക്കുക. യെസ്, ഹല്ലേലൂയ. നീ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ കൂടെ നീ സഞ്ചരിക്കുമ്പോൾ ചില പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ വരും. ആമേൻ സ്തോത്രം. ചില കാറ്റുകൾ നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കും. യെസ്, ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറയട്ടെ, ഇതൊരു റിഫൈനിങ് സ്റ്റേജാ. യെസ്, ഹല്ലേലൂയ. ഒരു എണ്ണ റിഫൈൻ ചെയ്തെടുക്കുന്ന പോലെ, യെസ്, ഹല്ലേലൂയ, ഒരു എണ്ണ റിഫൈൻ ചെയ്തെടുക്കുന്ന പോലെ അനേക സ്ഥലത്തിൽ പോയി ആ എണ്ണ ആമേൻ ഉപയോഗിക്കുവാൻ വേണ്ടി ആ എണ്ണ റിഫൈൻ ചെയ്യുന്ന പോലെ ആമേൻ അനേക സ്ഥലത്തിൽ അനേക ശുശ്രൂഷയിൽ പുതുദർശനത്തിൽ നിന്നെ നിർത്തുവാൻ ചില റിഫൈനിങ് നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ എത്ര പേരത് മനസ്സിലാക്കുന്നു? യെസ്, ഹല്ലേലൂയ. In Jesus name. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു സാക്ഷ്യം പറയട്ടെ.
കർത്താവിന് വേണ്ടി നിൽക്കാൻ വാശിയോടെ നിൽക്കാൻ തുടങ്ങിയ സമയം മുതൽ എന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന പ്രതികൂലം, ആഞ്ഞടിക്കുന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ കാറ്റുകൾ എന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി, എന്നെ നിരാശപ്പെടുത്തുവാൻ വേണ്ടി, പക്ഷേ ഈ ഹല്ലേലൂയ പിശാചിനോട് ഞാൻ പറയുന്നു, ഹല്ലേലൂയ പ്രതികൂലം എന്റെ ജീവിതത്തിൽ വന്നാലും എന്റെ ദൈവത്തെ ഞാൻ തള്ളി പറയില്ല. യെസ് ഹല്ലേലൂയ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ നിൽക്കുന്നത് ആമേൻ, അതുകൊണ്ടാണ് ഞാൻ ഈ പ്രതികൂലം നേരിടുന്നത്. ആമേൻ സ്തോത്രം, അങ്ങനെ ഞാൻ പറയില്ല. ഞാൻ വിശ്വസിക്കുന്നു എന്റെ ദൈവം എന്നെ ഈ പ്രതികൂല കാറ്റിന്റെ ത്രൂ കൊണ്ടുപോകുന്നത് എന്നെ പണിയാൻ വേണ്ടി, യെസ് ഹല്ലേലൂയ, എന്നെ റിഫൈൻ ചെയ്ത് എടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഈ ദൈവജനത്തിനോട് ഞാൻ പറയട്ടെ, എന്റെ ജീവിതത്തിൽ പ്രതികൂലം അടിക്കുമ്പോൾ, പ്രതികൂലത്തിന്റെ കാറ്റടിക്കുമ്പോൾ, ആമേൻ നിനക്ക് താങ്ങാൻ പറ്റാത്ത വേദനകൾ നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ, രോഗത്തിന്റെ ഭാരം ആഞ്ഞടിക്കുമ്പോൾ, ആമേൻ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ ജീവിതത്തിൽ ഒരു റിഫൈൻമെന്റ് നടന്നുകൊണ്ടിരിക്കുക ദൈവജനമേ. യെസ്, oh you masterpieces of God, hallelujah, ഒരു മാസ്റ്റർ പീസ് ആയി നീ വെളിയിറങ്ങണമെങ്കിൽ ദൈവത്തിന്റെ നല്ല പ്രവൃത്തി, ദൈവത്തിന്റെ നല്ല ആമേൻ സ്തോത്രം പ്രൊഡക്റ്റ് ആയി നീ വെളിയിറങ്ങണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു റിഫൈൻമെന്റ് നടക്കും. നിന്റെ ജീവിതത്തിൽ ഒരു റിഫൈൻമെന്റ് നടന്നിരിക്കും. യെസ്, അതൊരു ചിഹ്നമാണ് നിന്റെ ജീവിതത്തിൽ ദൈവം തരുന്ന ഒരു ചിഹ്നമാണ്. യെസ്, ഒരു വൻ പ്രവൃത്തിക്ക് വേണ്ടി നിന്നെ ഞാൻ തയ്യാറാക്കുക. യെസ്, ഒരു വൻ കാര്യത്തിന് വേണ്ടി നിന്നെ ഞാൻ റെഡിയാക്കുക. അതാണ് ആ നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കാറ്റ്. പക്ഷെ ഞാൻ പറയട്ടെ, ആഞ്ഞടിക്കുവാണെങ്കിൽ ആ തീ നീ വീഴുവാണെങ്കിൽ നീ കരിഞ്ഞു പോകത്തില്ല. പക്ഷെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, യെസ്, ലൈക്ക് എ ഗോൾഡ് which comes out as pure, ശുദ്ധീകരിക്കുന്ന ഒരു തീ നീ വീഴുമ്പോൾ, യെസ്, ഓ ആമേൻ, ഓ as pure as gold പോലെ, യെസ് ഹല്ലേലൂയ, ആമേൻ, നീ ഒരു പ്യൂറായ a product will be coming out. That is when you will be called as a masterpiece. That is when you will be called a masterpiece in Jesus' name. Yes, hallelujah. അതുകൊണ്ട് പ്രതികൂലം വരുമ്പോൾ നീ ഭയക്കരുത്, പ്രതികൂലം വരുമ്പോൾ നീ ഓടിപ്പോകരുത്. പക്ഷെങ്കിൽ ദൈവമേ, അതിനെ നിൽക്കുവാൻ, അതിൽ പിടിച്ചു നിൽക്കുവാൻ നിന്റെ കൃപ എനിക്ക് നീ തരണമേ. നിന്റെ കൃപ എനിക്ക് മതി, നിന്റെ ദയ എനിക്ക് മതി. യെസ് ഹല്ലേലൂയ, ഒരു റിഫൈൻമെന്റ് ഇവിടെ നടക്കും. യെസ്, ജീസസ് നെയിം, ഹല്ലേലൂയ. നമുക്ക് ബൈബിളിൽ പഠിക്കാനുള്ള അനേക കാര്യങ്ങളുണ്ട്. ആമേൻ. അതിന്റെ ഒരാളുടെ ജീവിതമാണ് യോസേഫിന്റെ ജീവിതം. യോസേഫിന്റെ ജീവിതം നമ്മൾ അനേക കാര്യങ്ങൾ പഠിക്കേണ്ടതാണ്. ഈ വചനം ചിന്തിക്കുമ്പോൾ ദൈവം യോസേഫിന്റെ ജീവിതമാണ് എന്റെ മനസ്സിലോട്ട് ദൈവം ഇട്ട് തന്നത്. യോസേഫ് കടന്നുപോയ ആമേൻ പ്രതികൂലങ്ങൾ നമ്മൾ നോക്കുവാണെങ്കിൽ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, അത് വളരെ ചാലഞ്ചിങ് ആയിരുന്നു. അത് വളരെ ആമേൻ വേദനയുള്ളതായിരുന്നു. 17-ാം വയസ്സിൽ യോസേഫ് ഒരു ദർശനം കണ്ടു. ആമേൻ, ആമേൻ സ്തോത്രം. അനേകർ അവന്റെ മുൻപേ, അവന്റെ സഹോദരന്മാർ അവന്റെ മുൻപേ ആമേൻ സ്തോത്രം ഇങ്ങനെ താഴുന്നത് ഒരു ദർശനം കണ്ടു. അത് കേട്ട് ആമേൻ അവന്റെ സഹോദരന്മാർ അവനെ പുച്ഛിക്കാൻ തുടങ്ങി, അവന്റെ മേൽ ദേഷ്യപ്പെടാൻ തുടങ്ങി. 17-ാം വയസ്സിൽ അവന്റെ സഹോദരൻ ആമേൻ സ്തോത്രം അവന്റെ സഹോദരന്മാർ അവനെ വിറ്റു. ഹല്ലേലൂയ, കൊല്ലാനാണ് നോക്കിയത്. പക്ഷെങ്കിൽ റൂബന്റെ ജീവിതത്തിൽ ദൈവം ഒരു മാറ്റം കൊണ്ടുവന്നുകൊണ്ട് മരിക്കിന്റെ സ്ഥലത്ത് യോസെഫിനെ വിറ്റു. ആമേൻ സ്തോത്രം. ഒന്ന് വിചാരിച്ച്, ഒരുമിച്ച് കളിച്ച് വളർന്ന സഹോദരന്മാർ ഒരു ദിവസം അവനെ കൊല്ലാൻ നോക്കുന്നു. ആമേൻ ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ആ ഒരു പ്രതികൂല കാറ്റിൽ യോസേഫ് പോകുമ്പോൾ 17-ാം വയസ്സുള്ളവന്റെ മനസ്സ് നിങ്ങളൊന്ന് ചിന്തിച്ച്, അവന് എന്തുമാത്രം വേദനയായിരിക്കും ആ സമയത്ത്. ഹല്ലേലൂയ, എന്തുമാത്രം ഹല്ലേലൂയ ആമേൻ കരച്ചിൽ ആമേൻ യോസേഫിന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുവായിരിക്കും. ആമേൻ കൂടെ വളർന്ന് ആമേൻ ചെറുപ്രായത്തിൽ തോളത്തിൽ എടുത്ത് ആമേൻ താലോലിച്ച യോസേഫിനെ ഒരു 17-ാം വയസ്സിൽ അവനെ ആമേൻ കൊല്ലുവാൻ അവന്റെ സഹോദരന്മാർ ആമേൻ തയ്യാറാകുന്നു. ആ മനസ്സ്
ആ സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഹല്ലേലൂയ. ആമേൻ. എന്തോ വലിയൊരു ശോധനയായിരുന്നു യോസെഫിന്റെ ജീവിതത്തിൽ വന്നത്. ഹല്ലേലൂയ. ആ ദർശനം കണ്ടിട്ടും ആമേൻ സഹോദരന്മാരെ തള്ളി പറഞ്ഞില്ല യോസഫ്. ഹല്ലേലൂയ. ആമേൻ. സഹോദരന്മാർ എന്തു ചെയ്തോ കുഴപ്പമില്ല, ഞാൻ ഇളയവൻ, എന്നെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തോ എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ യോസെഫ് അവന്റെ ജീവിതം തന്നെ കൊടുത്തു. ഹല്ലേലൂയ. പക്ഷേ 17 വയസ്സുള്ള യോസെഫിനെ അറിയത്തില്ലായിരുന്നു കർത്താവ് ഒരു ഹല്ലേലൂയ ഒരു പദ്ധതി അവന്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കി വെക്കുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. 17 വയസ്സുള്ള യോസെഫ് 30 വയസ്സായപ്പോൾ ഈജിപ്തിന്റെ രണ്ടാമനായി മാറി. അതെ, ഞാൻ പറയട്ടെ, 17 വയസ്സിലാണ് യോസെഫ് ആ ദർശനം കണ്ടത്. യോസെഫ് 30 വയസ്സായപ്പോൾ ഈജിപ്തിന്റെ ഫറോവന്റെ രണ്ടാമനായി യോസെഫ് മാറി. 13 വർഷം ആദ്യത്തെ എക്സ്പീരിയൻസ് കുഴിയിൽ സഹോദരന്മാർ അവനെ ഇട്ടു. ഹല്ലേലൂയ. രണ്ടാമത്തത് സ്തോത്രം. ഹല്ലേലൂയ. പോത്തിഫറിന്റെ വൈഫ് അവന്റെ മേൽ ചില ചാർജസ് ഇട്ടു. ഇവൻ കള്ളനാണ്, ഇവൻ ഹല്ലേലൂയ ഒരു സ്തോത്രം ദൈവത്തിന് ഹല്ലേലൂയ ഇഷ്ടമില്ലാത്ത പ്രവൃത്തി എന്നിലേക്ക് ചെയ്യാൻ വന്നവനാണെന്ന് രണ്ടാമത്തെ ചാർജ് യോസെഫിന്റെ മേലിട്ടു. മൂന്നാമത്തത് കാരാഗ്രഹത്തിൽ യോസെഫ് കടന്നു. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷെ ഞാൻ പറയട്ടെ, യോസെഫിന്റെ ജീവിതത്തിൽ ഈ 3 പ്രതികൂലം ആഞ്ഞടിക്കുമ്പോൾ യോസെഫിന്റെ ജീവിതത്തിൽ ഒരു റിഫൈൻമെന്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവം ഒരു രണ്ടാമനായി, ഈജിപ്തിന്റെ രണ്ടാമനായി നിർത്താൻ വേണ്ടി, ഒരു പുതു ദർശനത്തിനകത്ത് നിർത്താൻ വേണ്ടി, ഹല്ലേലൂയ, ഞാൻ വീണ്ടും പറയട്ടെ, രണ്ടാമനായി ഫറോവൻ കഴിഞ്ഞ രണ്ടാമനായി ജനത്തിന്റെ മേൽ നിർത്താൻ ദൈവത്തിന്റെ കരം അവന്റെ മേൽ ഉണ്ടെന്ന് ദൈവം കാണിക്കുവാൻ 13 വർഷം യോസെഫിന്റെ ജീവിതത്തിൽ ദൈവം ചില എക്സ്പീരിയൻസസ് അയച്ചു. ഹല്ലേലൂയ. യോസെഫ് ചെയ്ത ഒരേ ഒരു കാര്യം, കണ്ട ദർശനത്തിൽ ഉറച്ചു നിന്നു. ഹല്ലേലൂയ. കിട്ടിയ ഇടപെടലിന് യോസെഫ് ഉറച്ചു നിന്നു. യെസ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിന്റെ കൂടെ ഹല്ലേലൂയ കുഴിയിൽ ആരും കാണത്തില്ലായിരിക്കും. നിന്റെ സഹോദരന്മാരെല്ലാം ഭൂമിയിൽ നിൽക്കുമ്പോൾ നീ കുഴിയിൽ ഒറ്റയ്ക്കായിരിക്കും കഴിയുന്നത്. നിന്റെ സഹോദരൻ ചിലപ്പോൾ നിന്നെ വിടുവായിരിക്കും. നീ വിശ്വാസത്തിൽ വന്നുകൊണ്ട് നിന്റെ ഭർത്താവ്, നിന്റെ ഭാര്യ, നിന്റെ സഹോദരൻ, നിന്നെ തള്ളി പറയാൻ. പക്ഷെ ഞാൻ പറയട്ടെ, നീ കുഴിയിൽ നിൽക്കുവാണെങ്കിൽ സ്വർഗത്തിലിരിക്കുന്ന കർത്താവ് അത് കാണുന്നുണ്ട്. അത് സ്വർഗത്തിലിരിക്കുന്ന കർത്താവിന്റെ ഒരു പദ്ധതിയാണ്. കുഴിയിൽ വീണാൽ മാത്രമേ ഹല്ലേലൂയ യോസെഫിന് മിസ്രൈമിലോട്ട് എത്താൻ സാധിക്കത്തുള്ളൂ. അത് എത്ര പേര് മനസ്സിലാക്കുന്നു? കുഴിയിൽ വീണാൽ മാത്രമേ മിദ്യാൻകാർ വരുമ്പോൾ അവരുടെ കയ്യിൽ യോസെഫിനെ അയച്ച് അവര് പോത്തിഫറിന്റെ കയ്യിൽ അവനെ അയക്കത്തുള്ളൂ. അവിടെ ഒരു പദ്ധതി ഉണ്ട്. ഹല്ലേലൂയ. നീ കുഴിയിൽ വീഴുമ്പോൾ നീ ചിലപ്പോൾ നീ കാണുന്നത് ഒരു അന്ധകാരം മാത്രമായിരിക്കും. ഹല്ലേലൂയ. നീ കുഴിയിൽ വീഴുമ്പോൾ ചില വേദനകൾ മാത്രം കാണുമായിരിക്കും. പക്ഷെങ്കിൽ മിസ്രൈമിലോട്ട് എത്താൻ ഒരു വഴിയായിരുന്നു ആ കുഴി. ചില പ്രതികൂലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നത് പുതിയ ഒരു സ്ഥലത്തിലോട്ട്, പുതിയ ഒരു ലെവലിലോട്ട് കാലുവെക്കാൻ വേണ്ടിയാണ്. Come on people of God. എത്ര പേരത് മനസ്സിലാക്കുന്നു? യോസെഫിന്റെ ജീവിതത്തിൽ പ്രതികൂലം അടിച്ചത് അത് ദൈവം അറിഞ്ഞിട്ടാണ്. ദൈവത്തിന് അത് അറിയാമായിരുന്നു. അന്നാലേ വെച്ചടി കേറാൻ യോസെഫിന് സാധിക്കത്തുള്ളൂ. ഇതിന്റെ പുറകെ വലിയൊരു ദൂതുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കുഴിയിൽ വീണാൽ മാത്രമേ യോസെഫിന് മിസ്രൈമിലോട്ട് എത്താൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. പോത്തിഫറിന്റെ ഹല്ലേലൂയ സ്തോത്രം ഭവനത്തിൽ യോസെഫ് നിൽക്കുമ്പോൾ വീണ്ടും ഒരു കാരാഗ്രഹത്തിലോട്ട് പോയാൽ മാത്രമേ ഫറവോന്റെ അടുക്കലേക്ക് എത്തത്തുള്ളൂ. യെസ്. എത്ര പേര് മനസ്സിലാക്കുന്നു? കാരാഗ്രഹത്തിൽ നിൽക്കുമ്പോൾ ചില ദർശനങ്ങളുടെ ആൻസർ കൊടുത്താൽ മാത്രമേ ഫറവോൻ കാണുന്ന ദർശനത്തിന്റെ ആൻസർ കൊടുക്കാൻ സാധിക്കുമെന്ന് ദൈവത്തിന് അറിയാം. അപ്പൊ ഫറവോന്റെ മുൻപിൽ നിൽക്കണമെങ്കിൽ ചില എക്സ്പീരിയൻസസ്, ചില ദർശനത്തിന്റെ ആൻസർ യോസെഫ് കൊടുത്താൽ മാത്രമേ ഫറവോൻ കണ്ട ദർശനത്തിന്റെ ആൻസർ
യോസെഫിന് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. കാരാഗൃഹത്തിൽ നീ വീഴുമ്പോൾ, നീ കുഴിയിൽ നീ ഇരിക്കുമ്പോൾ, നീ ജയിലിൽ കടക്കുമ്പോൾ ദൈവം നിന്നെ വിടത്തില്ല ഒറ്റയ്ക്ക്. ഹല്ലേലൂയ. ദൈവം അവിടെ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. യെസ്, ദൈവത്തിന് വിലപ്പെട്ടവരാണ് നിങ്ങൾ. ദൈവത്തിന് വിലപ്പെട്ടവനായിരുന്നു യോസെഫ്. യോസെഫ് കാരാഗൃഹത്തിൽ കടന്ന് അവന്റെ ജീവിതം തീർക്കേണ്ടവയല്ല. പക്ഷെങ്കിൽ കർത്താവ് ഒരു പുതു ദർശനമായി ആമേൻ ഇസ്രായേലിന്റെ മുൻപേ നിർത്താനുള്ള യോസെഫിന്റെ തയ്യാറെടുപ്പായിരുന്നു ആ കാരാഗൃഹത്തിൽ നടന്നുകൊണ്ടിരുന്നത്. യെസ്, കാരാഗൃഹത്തിൽ നീ വീഴുമ്പോൾ ആമേൻ സ്തോത്രം. when you are in jail, you might think, what is this upon me? Why is this burden upon me? What did I do wrong? പക്ഷെ ഞാൻ പറയട്ടെ, യോസെഫിനെ കാരാഗൃഹത്തിൽ നിർത്തിയത് ചില ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറാൻ വേണ്ടി. യെസ്, നിന്റെ ജീവിതത്തിൽ ഒരു റിഫൈനിങ് നടക്കുമ്പോൾ ദൈവം ചില പദ്ധതികൾ, ദൈവത്തിന്റെ ചില ദർശനങ്ങൾ കൂടി വെളിപ്പെടുന്ന ഒരു സമയമായി മാറുന്നു. യെസ്, നീ ശുശ്രൂഷയിൽ ഒരു കുഞ്ഞ് കാല് വെക്കുന്ന പോലെ നീ ശുശ്രൂഷയിൽ കാല് വെക്കുമ്പോൾ അവിടെ നിന്റെ ജീവിതത്തിൽ ദൈവം ചില ദർശനങ്ങൾ, ചില വെളിപ്പാടുകൾ, ചില പ്രവചനങ്ങൾ ദൈവം തരും. നീ വീണ്ടും കാല് വെക്കുമ്പോൾ നീ വേറൊരു കുഴിയിൽ വീണാലും അവിടെ നിന്നോട് ദൈവം സംസാരിക്കും. എന്തിനാൽ അറിയാവോ? ആമേൻ. ഫറവോന്റെ ദർശനം, ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ ആമേൻ ഹല്ലേലൂയ പദ്ധതികൾ നിറവേറാൻ വേണ്ടി ഫറവോന്റെ ദർശനം പറഞ്ഞു കൊടുക്കേണ്ട യോസെഫിനെ ദൈവം തയ്യാറാക്കുന്നു. യെസ്, ദൈവത്തിന്റെ വലിയ റെവലേഷനുകൾ, ദൈവത്തിന്റെ വലിയ ആമേൻ പദ്ധതികൾ ഈ ദേശത്തിന് ആവശ്യമുണ്ട്. ദൈവത്തിന് ഈ ദേശത്തോട് പറയാറുണ്ട്. അതുകൊണ്ട് ചില ആമേൻ നിന്ദകൾ നീ അനുഭവിച്ചാലും അവിടെ ആമേൻ സ്തോത്രം നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നോട് സംസാരിക്കും. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത് ഹല്ലേലൂയ ചിലപ്പോൾ വേറെയുള്ള ആൾക്കാരുടെ മതത്തിലായിരിക്കും. പക്ഷേ ദൈവം ചിന്തിക്കുന്നത് ആമേൻ ഒരു പുതു ദർശനത്തിന് വേണ്ടി എനിക്ക് ഇവനെ ഉപയോഗിക്കണം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അതുകൊണ്ട് ഇന്ന് 10 പേരുടെ മുൻപേ ആണെങ്കിൽ 100 പേരുടെ മുൻപേ നിർത്താൻ ഞാൻ ഇവനെ തയ്യാറാക്കുന്നു. ഇവിടെ പാടുന്നവർ ചിലപ്പോൾ പാടുന്നത് 10 പേരുടെ മുൻപിലായിരിക്കും. പക്ഷേ ദൈവം തയ്യാറാക്കുന്നത് 1000 പേരുടെ മുൻപേ പാടാൻ വേണ്ടിയായിരിക്കും. ഇവിടെ ഇരിക്കുന്നവർ ഹല്ലേലൂയ ചിലപ്പോൾ 10 മാത്രമായിരിക്കും. പക്ഷെങ്കിൽ ദൈവസഭയ്ക്ക് ഒരു തൂണായി നിൽക്കുവാൻ ആമേൻ ഇന്ന് നിങ്ങൾ പരസ്പരം 2 പേരോട് മാത്രമായിരിക്കും സംസാരിക്കുന്നത്. പക്ഷെങ്കിൽ ഇന്ന് ഈ വേദന ദൈവസഭ പോകുന്നത് എന്തിനറിയാം? നിങ്ങൾ ഇന്ന് 2 പേരോട് സംസാരിക്കുവാണെങ്കിൽ നാളെ 2000 പേരോട് സംസാരിക്കുവാൻ, 2000 പേരോട് ഈ ദൈവത്തിന്റെ സാക്ഷ്യം പറയുവാൻ. യെസ്, അതുകൊണ്ടാണ് സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഈ പ്രതികൂലം ത്രൂ നീ പോകുന്നത്. യെസ്, ഈ മെസ്സേജ് സ്വീകരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിന്റെ സഭയിൽ ചിലപ്പോൾ വേറെ എന്നുള്ള ആൾക്കാർ മാത്രമായിരിക്കും. അത് ദൈവം നിന്നെ തയ്യാറാക്കുക ഒരു പുതു ദർശനത്തിന് വേണ്ടി. യെസ്, ഇൻ ജീസസ് നെയിം. ഗ്ലോറി ലോർഡ്. ഹല്ലേലൂയ. യോസേഫ് ആമേൻ ഫറവോന്റെ കൊട്ടാരത്തിൽ രണ്ടാമനായി നിന്നാൽ മാത്രമേ മുൻപോട്ടുള്ള പ്രതികൂലത്തിന്റെ ഉത്തരം യോസേഫിന് പറയാൻ പറ്റത്തുള്ളൂ. ആമേൻ. 7 വർഷം ആമേൻ നല്ല കാലം. 7 വർഷം ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഫാമിൻ. ഹല്ലേലൂയ. അത് പറയണമെങ്കിൽ യോസേഫ് ഫറവോന്റെ കൊട്ടാരത്തിൽ എത്തണം. ജീസസ് നെയിം. ഹല്ലേലൂയ. ചിലപ്പോൾ ഞാൻ പറഞ്ഞ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമായിരിക്കും, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഹല്ലേലൂയ ആമേൻ. ആ നല്ല കാലം, അതിനുവേണ്ടി തയ്യാറാക്കേണ്ട കാര്യങ്ങൾ അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആമേൻ സ്തോത്രം ആമേൻ യോസേഫ് ആ കൊട്ടാരത്തിൽ എത്തണം. ആമേൻ. ദൈവം യോസേഫിന്റെ ജീവിതത്തിൽ എഴുതി വെച്ച നല്ല പ്രവൃത്തികൾ. ഹല്ലേലൂയ. യോസേഫ് ആ കൊട്ടാരത്തിൽ എത്തിയാലും സഹോദരന്മാർ മുൻപേ വരുമ്പോൾ യോസേഫിനെ കണ്ട് അതിശയിക്കത്തുള്ളൂ. ഹല്ലേലൂയ ആമേൻ. അതുകൊണ്ട് യോസേഫ് അവിടെ എത്തണം. യോസേഫ് ഫറവോന്റെ കൊട്ടാരത്തിൽ രണ്ടാമനായി നിൽക്കണം. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാ, അത് ദൈവത്തിന്റെ പ്ലാനാ. ഹല്ലേലൂയ ആമേൻ. 1 പത്രോസ് 5:10 വാക്യം ഒന്ന് വായിക്കാം. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിനെ സർവ്വപ്രഭാരമായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും.
First Peter 5 verse 10 വായിക്കുന്നു, and the God of all grace, who has called you to his eternal glory in Christ, after you have suffered a little while, will himself restore you and make you strong, firm and steadfast. ബൈബിളിൽ വായിക്കുന്നു, you might suffer for a little while. ചില സമയം, ചില നേരം നിന്റെ ജീവിതത്തിൽ ആമേൻ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ വരുമായിരിക്കും, കാണും. പക്ഷെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു അവൻ തന്നെ വന്ന് നിന്നെ റീസ്റ്റോർ ചെയ്ത് നിന്നെ ബലപ്പെടുത്തും. ആമേൻ. സ്വതം നിന്നെ ഫോം ആക്കും, നിന്നെ സ്റ്റെഡ്ഫാസ്റ്റ് ആക്കി നിർത്തും. ആമേൻ. Yes, in Jesus' name. Hallelujah. Suffering will be there. ഒരു പ്രൊഡക്റ്റ് ആദ്യം പറഞ്ഞ പോലെ അത് വെളി വരണമെങ്കിൽ ആമേൻ ചില കാര്യങ്ങൾ അതിന്റെ ആമേൻ സ്വന്തം ജീവിതത്തിൽ നടക്കും. ആമേൻ. ആമേൻ. ഇന്ന് നമ്മൾ ആഗ്രഹിക്കുമായിരിക്കും, എനിക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം, എനിക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കണം, ദൈവത്തിന് വേണ്ടി എനിക്ക് പ്രയോജനപ്പെടണമെന്ന് ആമേൻ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കാണും. പക്ഷെങ്കിൽ ദൈവം ചില എക്സ്പീരിയൻസസ് തന്നാൽ മാത്രമേ ആ എത്തേണ്ടിയ സ്ഥലത്തിലോട്ട് നമ്മൾ എത്തത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മാത്രം നമുക്ക് ഇഷ്ടമല്ല, കഷ്ടത നമുക്ക് ഇഷ്ടമല്ല, ഭാരം നമുക്ക് വേണ്ട. സുഖമായി ജീവിച്ചാൽ മതി, സുഖമായി മരിച്ചാൽ മതി. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞു, അനേകർ, many are called but few are chosen. അനേകരുണ്ട്, പക്ഷെ തിരഞ്ഞെടുക്കുന്നവർ ചുരുക്കം. എന്താണെന്നറിയാമോ? ആ ചുരുക്കപ്പേര്, ഹല്ലേലൂയ, the few are ready to commit themselves to the Lord. ആമേൻ. ആ ചിലവർ ആമേൻ ദൈവത്തിന് വേണ്ടി എന്തു ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവർ. ഹല്ലേലൂയ. അവരുടെ ത്രൂ ആയിരിക്കും ഹല്ലേലൂയ അനേക ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നത്. ആമേൻ, ആമേൻ. നിങ്ങൾ അത് തയ്യാറാണോ? സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഞാൻ പറയട്ടെ, ചില ഭാരങ്ങൾ ഇടയ്ക്ക് വരും, ചിലപ്പോൾ പ്രതികൂലങ്ങൾ ഇടയ്ക്ക് വരും, ചില വേദനകൾ ഇടയ്ക്ക് വരും, ചില പരിഹാസങ്ങൾ ഇടയ്ക്ക് വരും, ചില നിന്ദകൾ ഇടയ്ക്ക് വരും. ഹല്ലേലൂയ. നിന്റെ സഹോദരന്മാർ നിന്നെ തള്ളി പറയും, നിന്റെ മാതാപിതാക്കൾ ചിലപ്പോൾ നിന്റെ കൂടെ നിൽക്കത്തില്ലായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ജോലി സ്ഥലത്ത് ചിലപ്പോൾ നിനക്ക് പ്രതികൂലങ്ങൾ വരും. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു, even if you suffer for a little while, Christ himself will come and restore you. Restore in the meaning എന്ന് പറഞ്ഞാൽ ആമേൻ കളഞ്ഞതെല്ലാം, ആമേൻ നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടും തരും. He will restore you. ആമേൻ. സ്തോത്രം. നിന്റെ സമയം, ഹല്ലേലൂയ, ആമേൻ, നിന്റെ കുടുംബത്തിന് വേണ്ടി ഹല്ലേലൂയ നീ കണ്ണുനീർ ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ആ സമയം നിന്റെ ജീവിതത്തിൽ വീണ്ടും അനുഗ്രഹമായി മാറും. നിന്റെ ജീവിതത്തിൽ വീണ്ടും അനുഗ്രഹമായി വരും. ഹല്ലേലൂയ. In Jesus name. ഒരു restoration ഹല്ലേലൂയ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ സന്തോഷമില്ല, എന്റെ ജീവിതത്തിൽ ഭാരമേ ഉള്ളൂ. ഹല്ലേലൂയ. പക്ഷെ ദൈവവചനം പറയുന്നു, നീ അല്പസമയം എനിക്ക് വേണ്ടി ഹല്ലേലൂയ കഷ്ടത അനുഭവിക്കുവാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു അവൻ തന്നെ വന്ന് നിന്നെ റിസ്റ്റോർ ചെയ്ത, നിന്നെ ബലപ്പെടുത്തി, നിന്നെ ഫോം ആക്കി നിർത്തി. ഹല്ലേലൂയ. നിന്നെ നിർത്തേണ്ട സ്ഥലത്തിൽ അവൻ നിർത്തും. Yes, in Jesus name. ഹല്ലേലൂയ. നിന്നെ ബലപ്പെടുത്തും അവൻ. എത്ര പേര് അത് ഏറ്റെടുക്കുന്നു? People of God. ഹല്ലേലൂയ. യോസേഫിന്റെ 13 വർഷം അവൻ നല്ല പ്രായം, അവന്റെ നല്ല കാലം 13 വർഷം അവന്റെ കയ്യിൽ പോയെങ്കിലും 30 വയസ്സായപ്പോൾ അവൻ മിസ്രൈമിന്റെ രണ്ടാമനായി മാറി. Yes, in Jesus name. 30 വയസ്സായപ്പോൾ ആ ദേശത്തിൽ അനേക യൗവനക്കാർക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത പോലെ, ആ ദേശത്തിൽ യൗവനക്കാർക്ക് ചിന്തിക്കാൻ പറ്റാത്ത പോലെ ദൈവം അവനെ ഉയർത്തി. Yes, ഞാൻ ഈ ദേവസഭയോട് ഈ മെസ്സേജ് കേൾക്കുന്നവരുടെ ദൂത് പറയട്ടെ, നിന്റെ ജീവിതത്തിൽ 13 വർഷം ഭാരത്തോടെ പോയെങ്കിൽ നീ ചിന്തിക്കുന്ന അപ്പുറത്ത്
നിന്നെ നിർത്തുവാൻ എന്റെ യഹോവയുടെ പ്രവൃത്തി അവളുണ്ട്. എന്റെ യഹോവയുടെ നല്ല പ്രവൃത്തി ദൈവം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കമാന അനേകം ചോദിക്കുക, ഇത് എങ്ങനെ ഇവനെ കൊണ്ട് സാധിക്കുന്നു? ഹല്ലേലൂയ. ദൈവസഭയിൽ ഐക്യത വരട്ടെ. ദൈവസഭയിൽ അശ്രദ്ധകൾ മാറട്ടെ. ദൈവസഭയിൽ ആത്മാവിൽ എല്ലാവരും ഇരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം എങ്ങനെയാണ് സംസാരിക്കുന്നത് അറിയാം? ആത്മാവിൽ. God is spirit and his worshippers will worship him in spirit and truth. ഒരു പാലം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ജേർണി നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവം നമ്മളോട് സംസാരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവാണ് നമ്മളോട് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ആത്മാവിലിരിക്കണം, ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അന്നാണ് ചില മെസ്സേജുകൾ, അന്നാണ് ചില ദൂതുകൾ നിന്റെ ജീവിതത്തിൽ അത് ഹിറ്റ് ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ വെറുതെ ഇവിടെ വന്നിരുന്ന സമയം കളയുന്നേ ഉള്ളൂ, ഒന്നും നടക്കാൻ പോകുന്നില്ല വേറെ. പക്ഷെ ഇവിടെ നിൽക്കുന്നവരോട് ഞാൻ പറയട്ടെ, എന്റെ മെസ്സേജ് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ദൈവം വാസ്തവമായി ഇടപെടണം. ഹല്ലേലൂയ. നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ച്, പൂർണ്ണ മനസ്സോടെ. യോസേഫ് ചെയ്തത് എന്തുവാ? ദൈവത്തിന്റെ മേൽ പൂർണ്ണമായി ആശ്രയിച്ചു. ആമേൻ. അനേക സാഹചര്യങ്ങൾ വന്നിട്ടും, ആമേൻ, ദൈവത്തെ തള്ളി പറയാനുള്ള അനേക സാഹചര്യങ്ങൾ വന്നിട്ടും ദൈവത്തിന് വേണ്ടി നിന്നവനാ യോസേഫ്. ഹല്ലേലൂയ. യോസേഫിനെ ദൈവം മാനിച്ച പോലെ മാനിക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഞാൻ ഭൗതിക നന്മകളുടെ കാര്യം മാത്രമല്ല പറയുന്നത്. ആമേൻ. ദർശനത്തിന്റെ ഇന്റർപ്രിട്ടേഷന്റെ നന്മയാണ് ഞാൻ പറയുന്നത്. ഒരു ദർശനം കണ്ട്, ഹല്ലേലൂയ, അത് എന്തുവാന്ന് പറഞ്ഞു കൊടുക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കഴിവ്, അത് ആ ഒരു നന്മ എത്ര പേര് ആഗ്രഹിക്കുന്നു? ആഗ്രഹിക്കുന്ന തെറ്റൊന്നുമില്ല, പക്ഷെ ദൈവമാണ് അത് തരുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ ദൈവം അത് തരും. പക്ഷെ ആഗ്രഹിക്കാൻ എത്ര പേരുണ്ട്? ആമേൻ. ദൈവം നിന്റെ ജീവിതത്തിൽ എഴുതി വെച്ചിരിക്കുന്ന നല്ല പ്രവൃത്തികൾ എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ചിലപ്പോ ഇന്ന് ഈ പ്രാർത്ഥന കൂട്ടായ്മയിലായിരിക്കും ആദ്യത്തെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ നീ പ്രാർത്ഥനയോടെ ഇരുന്നില്ലെങ്കിൽ ഹല്ലേലൂയ, ആ പ്രവൃത്തികൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടത്തില്ല. യെസ്, ഇൻ ജീസസ് നെയിം. അതുകൊണ്ട് ദൈവസഭ എല്ലാവരും ഒരുമിച്ച്, ഹല്ലേലൂയ, ചില സമയങ്ങളിൽ ആത്മാവിൽ ഒന്ന് ആമേൻ സ്തോത്രം ദൈവസന്നിധിയിൽ നീർന്നാട്ട് ഹല്ലേലൂയ ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ, ഞാൻ നിന്റെ മാസ്റ്റർ പീസായ പ്രൊഡക്റ്റ് ആണ്. ആമേൻ. ദൈവവചനത്തിൽ ഞാൻ വായിക്കുന്നു, നീ എനിക്ക് വേണ്ടി ചില നല്ല പ്രവർത്തികൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് നീ തന്നെയാണ് അത് പ്ലാൻ ചെയ്തത്. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ആഞ്ഞടിക്കുന്ന ഈ അശ്രദ്ധ, എന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന ഈ രോഗം, എന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന ഈ പ്രതികൂലങ്ങൾ, ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ അതൊരു പാഠമായി മാറുന്നു. യെസ്, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നീ എന്നെ ഈ നിമിഷം റിഫൈൻ ചെയ്ത് എടുക്കുന്നു. ഞാൻ അത് മനസ്സിലാക്കുന്നു. ഈ ചൂളയിൽ നീ എന്നെ ഇട്ടാലും ആമേൻ കരിഞ്ഞു പോകാത്ത പോലെ നീ എന്നെ ശുദ്ധീകരിച്ച് എടുക്കുന്ന ഈ സമയം ഞാൻ അത് വിശ്വസിക്കുന്നു, കർത്താവേ. ആമേൻ. യോസേഫിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിക്കുന്നു, എന്റെ കർത്താവേ സ്തോത്രം. ആമേൻ. ഞാൻ കുഴിയിൽ വീണാലും, ഞാൻ കാരാഗൃഹത്തിൽ കടന്നാലും, ഹല്ലേലൂയ, അനേകർ എന്നെ തള്ളി പറഞ്ഞാലും, യെസ്, ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്നു. നീ എന്നെ കാണിച്ച ആ ദർശനത്തിന്റെ മേൽ, നീ എന്നെ കാണിച്ച ആ വിഷനിന്റെ മേൽ, നീ എന്നെ കാണിച്ച ആ ഡ്രീമിന്റെ മേൽ, ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നീ അനേക ദർശനങ്ങൾ വീണ്ടും വീണ്ടും വീണ്ടും, നീ ഒരേ ദർശനം നീ വീണ്ടും 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 നീ കാണുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അത് നിവർത്തീകരിക്കുവാൻ, അത് പൂർത്തീകരിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ചില ദർശനങ്ങൾ ദൈവം എന്നെ കാണിച്ചിട്ടുണ്ട്. അതേ ഒരേ ദർശനം വീണ്ടും വീണ്ടും ദൈവം എന്നെ കാണിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അത് പൂർത്തീകരിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുപോലെ നിന്റെ ജീവിതത്തിൽ നീ ദർശനങ്ങൾ കണ്ടിട്ടില്ലേ? നിന്റെ ജീവിതത്തിൽ നീ സ്വപ്നങ്ങൾ കണ്ടിട്ടില്ലേ? നിന്റെ ജീവിതത്തിൽ നീ വിഷനുകൾ കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. കണ്ടിട്ടുള്ളവർ കരങ്ങളൊന്ന് ഉയർത്തിക്കേ. യെസ്, ഇവിടെ ഇരിക്കുന്നവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയട്ടെ, ദൈവം വെറുതെ ഒരാൾക്ക് സ്വപ്നം
കൊടുക്കാറില്ല. ദൈവം വെറുതെ ഒരാൾക്ക് സ്വപ്നം കാണിക്കാറില്ല. അത് ദൈവം കാണിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവത്തിന്റെ ആ ഒരു പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ, ആ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ. Yes, people of God, ആ ദർശനം ഹല്ലേലൂയ പൂർത്തീകരിക്കണ്ടേ? ആ ദർശനത്തിന്റെ അവസാനത്തിലോട്ട് വരണ്ടേ? ആ സ്വപ്നത്തിന്റെ റിസൾട്ടിലോട്ട് വരണ്ടേ? യേശുവിന്റെ നാമത്തിൽ ദൈവസഭയെ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ, ഇന്നലെ രാവിലെ ഞാൻ ഈ വചനം എടുത്തപ്പോൾ, ആമേൻ, ദൈവം എന്നോട് ശക്തമായി ഇടപെട്ടാൽ ഒരു കാര്യം, ഹല്ലേലൂയ, ഈ മെസ്സേജ് പോകാതിരിക്കുവാൻ, ഈ മെസ്സേജ് പോകാതിരിക്കുവാൻ, ജനത്തിന്റെ ഹൃദയത്തിലോട്ട് പോകാതിരിക്കാൻ പിശാച് അവന്റെ പദ്ധതികൾ ഇറക്കുമെന്ന് ഇന്നലെ എന്നോട് ദൈവം വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ കള്ളം പറയില്ല. നിങ്ങളുടെ കാട്ടിലും നന്നായി ഞാൻ അറിയുന്നുണ്ട്, കള്ളം പറഞ്ഞാൽ കണക്ക് കൊടുക്കേണ്ടി ഞാനാണ്. അതുകൊണ്ട് കള്ളം ഞാൻ പറയില്ല. എന്നോട് ദൈവം ശക്തമായി ഇടപെട്ട ഒരു കാര്യമാണ്, ഈ മെസ്സേജ് ഡെലിവർ ആകാതിരിക്കാൻ വേണ്ടി, ജനത്തിന്റെ ഹൃദയത്തിലോട്ട് കയറാതിരിക്കാൻ വേണ്ടി പിശാച് ആമേൻ സ്തോത്രം അവന്റെ മാക്സിമം ആമേൻ അവൻ ശ്രമം ഇറക്കും. അപ്പൊ എന്നോട് ദൈവം പറഞ്ഞൊരു കാര്യമാണ്, ആമേൻ സ്തോത്രം, ദാനിയേൽ പ്രാർത്ഥിച്ച പോലെ നീ മിഖായേലിനെ അയക്കണമേ. ആ പുറപ്പത് വെട്ടി മാറ്റട്ടെ. 21 ദിവസം ആമേൻ ദാനിയേൽ പ്രാർത്ഥിച്ച് പ്രശ്യാനെ ആമേൻ രാജാവ് തടഞ്ഞു വെച്ച പോലെ, ഗബ്രിയേലിനെ തടഞ്ഞു വെച്ച പോലെ 21ാമത്തെ ദിവസം മിഖായേലിനെ അയച്ച ആ പുതപ്പ് വെട്ടി മാറ്റിയ പോലെ ഇന്ന് ദൈവസഭയോട് ഞാൻ പറയട്ടെ, ഈ ദൈവസഭയിൽ ആമേൻ ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറാതിരിക്കാൻ വേണ്ടി ആമേൻ പിശാച് കാണിക്കുന്നത് എന്താണെന്നറിയാവോ? ദൈവസഭ ഐക്യത, ആത്മാവിലുള്ള ഐക്യത കൊണ്ടുവരുന്നില്ല. ആമേൻ സ്തോത്രം. ഞാൻ ഇവിടെ ഇരുന്ന് ആത്മാവിൽ അത് മനസ്സിലാക്കുന്നു. ഞാൻ ആ പുതപ്പ് ഇവിടെ നിന്ന് കാണുന്നു. യെസ്, ആമേൻ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു മിഖായേലിനെ അയക്കാൻ. പക്ഷെ മിഖായേലിനെ അയക്കണമെങ്കിൽ ആ ഒരു പ്രാർത്ഥന ഇവിടുന്ന് കൊണ്ട് പുറപ്പെടട്ടെ. ഈ ദൈവസഭയിൽ നിന്ന് ഒരു പ്രാർത്ഥന പുറപ്പെടട്ടെ. ഈ നിമിഷം ഞാൻ വീണ്ടും പറയുന്നു, ഈ ദൈവസഭയിൽ നിന്ന് ഒരു പ്രാർത്ഥന, 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 ആരാധന, 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 സ്തുതികൾ, സ്തുതികൾ, സ്തുതികൾ പുറപ്പെടട്ടെ, പുറപ്പെടട്ടെ, പുറപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ, ഓ യേശുവിൻ നാമത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന ഈ സമയം ഇവിടെ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ. Come on. Yes, hallelujah. യേശുവേ, നിന്റെ ദൂതനെ അയച്ച ഓ പിശാചിന്റെ തന്ത്രങ്ങളെ നീ പൊളിക്ക. In Jesus name. ഈ ജനത്തിന് ആവശ്യമുള്ള വിടുതല യേശുവിൻ നാമത്തിൽ എന്റെ ഈ സമയം നീ അയക്ക. Yes, hallelujah. എന്റെ ദൈവമേ, പൊതു ദർശനത്തിന് വേണ്ടി നിൽക്കാനുള്ള ജനങ്ങളാണിത്. Yes, പൊതു ദർശനത്തിന് വേണ്ടി, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുന്ന ദൈവജനമാണിവിടെ. യേശുവിൻ നാമത്തിൽ ഓ ദൈവശബരവനം ഭക്തരകളെന്നോ ഓ ശബ്ദരവശകലവ അനിവസുതേ ദേസന അനവശകേ ഉരിതിലിലിലിലിലിലിലിലി യേശുവിനബലവശാകാരെ അനവശകോരബോലോകോ അനവശികുരിദനാനാനാ അനിവലലുലിലിശതേ അനിവശുകുരമലബോസോ യേശുവശാക അശികുരമലുസു യേശുവലലലലശാക അമച്ചകുരിവ ഉരിവശകല അസലവശുകോനോലോ അനവശകലലലലലി ഓരവശകലലലശാക ഉരികക ഉരിപക അശിതകലവശോ ഇനമലലലവശുകോരുന യേശുവിൻ നാമത്തിൽ. യെസ്, ഹല്ലേലൂയ. പുറപ്പെടുന്നു കരമ, പുറപ്പെടുന്നു കരമ. യെസ്, ഹല്ലേലൂയ. ഒരു ദർശനത്തിന് വേണ്ടി നിന്നെ തയ്യാറാക്കുന്നു, ഒരു ദർശനത്തിന് വേണ്ടി നിന്നെ തയ്യാറാക്കുന്നു. അവൻ ചെലവാണ് ദൈവത്തിന്റെ വല്ലാതെ സാന്നിധ്യം അനുഭവിക്കുന്നു. ചെലവേറ ദൈവത്തിന്റെ ഇടപെടല. യെസ്, ഹല്ലേലൂയ. ഈ നിമിഷം ഇറങ്ങുന്നു, ഈ നിമിഷം ഇറങ്ങുന്നു, ഈ നിമിഷം ഇറങ്ങുന്നു. Come on, people of God, ദൈവത്തിന്റെ
ശബ്ദം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. കാരാഗ്രഹത്തിൽ നിന്നെ ഉയർത്തുവാണ്, കാരാഗ്രഹത്തിൽ നിന്നെ ഉയർത്തുവാണ്. അവൻ കൊടിയിൽ നിന്നെ പിടിച്ച് ഉയർത്തുവാണ്. യെസ്, നിന്റെ അയക്കിന്റെ സ്ഥലത്തിലോട്ട് അയക്കുവാൻ നസ്രനായ യേശുവിന്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അത് അനുഭവിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം റിലീസ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നു. ഓ അന്യഭാഷകൾ ഇവിടെ മുഴങ്ങുന്നു, അന്യഭാഷകൾ ഇവിടെ മുഴങ്ങുന്നു. ദൈവജനമേ ഒന്ന് പ്രാർത്ഥിച്ച് എനിക്ക് തരുന്ന ഭാഷയിൽ പ്രാർത്ഥിക്കാം. യെസ്, അന്യഭാഷകൾ, അന്യഭാഷകൾ ചിലവർ അനുഭവിക്കുന്നത് നീ ആരാധന നിർത്തരുത്, ആരാധന നിർത്തുക. ദാനിയേൽ 21 ദിവസം പ്രാർത്ഥിച്ചു, ദാനിയേൽ 21 ദിവസം പ്രാർത്ഥിച്ചു. പ്രാർത്ഥന മറുപടി അയച്ചത്. യെസ്, ഈ പ്രാർത്ഥിച്ചോണ്ടിരുന്നു, ആരാധിച്ചോണ്ടിരുന്നു, ആരാധിക്കാം. യെസ്, ഓ നാമ സമ്പർവ ഓ ദീപം ഭയങ്കരം കൂടി. യെസ്, നമ്മുടെ വന്ദനം ശിവനം കുരുമായ യേശുവിൻ നാമത്തിൽ, ഓ യേശുവിൻ നാമത്തിൽ ആരാധിക്കാം. എനിക്ക് വേണ്ടി ദൈവം ഉത്തരം അയക്കുന്നു. നിന്റെ ജീവിതത്തിൽ പിശാചിന്റെ തന്ത്രങ്ങൾ പൊട്ടിക്കുവാൻ യേശു മിക്കവരെ അയക്കുന്നു. നിനക്ക് വേണ്ടി നിയോഗിച്ച ദൂതനെ ദൈവം അയക്കുന്നു. ദൈവസഭ യെസ്, ഓ ഹല്ലേലൂയ. ഓരോ റിഫൈനിങ് ഇവിടെ നടക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ചിലവർ ആമേൻ കത്തുന്നു ദൈവത്തിന്റെ തീര. ഓ ഭാരേ ശാലേ ഭാരേ ഓ നീസൻ ഹാലെ കരേ. ചിലവർ ഈ നിമിഷം ആ തീയിൽ കത്തുന്നു. യെസ്, ഓ വെന്തു പോകണല്ല, വെന്തു പോകണല്ല. യെസ്, ഒരു പുതിയ ഒരു മനുഷ്യനായി ചിലവർ ആ തീയിൽ, ചിലവർ ആ തീയിൽ, ചിലവർ ആ തീയിൽ ആമേൻ ഹല്ലേലൂയ കത്തുന്നു. ആ തീ ചിലവരെ ദൈവം വിട്ടു. യെസ്, ഓ പാപ ശക്തര വര വിപ്പല ദൈവത്തിന്റെ ആ ഒരു തീവ്രമുണ്ട്. ചിലവൻ കത്തുന്നു, ചിലവൻ കത്തുന്നു. യേശുവേ ഗ്ലോറി. Come on. Yes, hallelujah. ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ദൈവം ഇനിയും ആഗ്രഹിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്നു. യെസ്, യോസേഫ് ഒരിക്കലും ദൈവത്തെ തള്ളി പറഞ്ഞില്ല. ദൈവം ഒരിക്കലും യോസേഫിനെ കൈവിട്ടില്ല. അവൻ കർത്താവിന്റെ ഫേവർ ഉള്ള യോസേഫിന്റെ മേൽ 30 വയസ്സിൽ രണ്ടാമനാക്കി മാറ്റിയ ആ യോസേഫിനെ അവൻ ആ ജീവിതത്തിൽ ഞാൻ പറയട്ടെ ആ ദേശത്തിൽ അവൻ സ്വന്തം ഈ സഭയിൽ ഒരാളെ ദൈവം ഉയർത്താൻ പോകുന്നു. യെസ്, ദൂതാന കേട്ടോ. യെസ്, ഹല്ലേലൂയ. ഈ ദേശത്തിൽ ദൈവം ആമേൻ ദൈവത്തിന്റെ നാമം വെളിപ്പെടാൻ വേണ്ടി ഒരാളെ ദൈവം ഉയർത്തുന്നു. ഇവിടുന്ന് യേശുവേ, come on. Yes, people of God, നിനക്ക് ആഗ്രഹമുണ്ടോ? നിനക്ക് ആഗ്രഹമുണ്ടോ ആ ഒരാളെ അയക്കണം? ഞാൻ come on. ആഗ്രഹിക്കുന്ന തെറ്റില്ല, ആഗ്രഹിക്കുന്ന തെറ്റില്ല. ഒന്ന് പ്രാർത്ഥിക്കുക. എന്റെ ദൈവമേ, നിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെടട്ടെ. Come on. ഒരു തെരഞ്ഞെടുപ്പ് വീണ്ടും ഇവിടെ നടക്കുന്നു. Come on. ഇന്ന് ദൈവസഭയ്ക്കുള്ള ദൂത് വീണ്ടും ഇറങ്ങുന്നു. ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഇവിടെ. യെസ്, എത്ര പേർ come on. അത് നിനക്ക് ആഗ്രഹമുണ്ടോ? ഈ ആരാധന വീണ്ടും നിന്റെ ജീവിതത്തിൽ ചിലപ്പോൾ കിട്ടില്ലെന്ന് വരും. ഹല്ലേലൂയ. ഈ സമയം വീണ്ടും നിന്റെ ജീവിതത്തിൽ കിട്ടില്ലെന്ന് വരും. ഹല്ലേലൂയ. ഈ നിമിഷം തെരഞ്ഞെടുപ്പ് നടക്കട്ടെ. യേശുവേ, ഓ അന്യഭാഷകൾ, 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 ആരാധനകൾ ഈ നിമിഷം ഞങ്ങൾക്ക് പുറപ്പെടട്ടെ. നീ സംസാരിക്കുന്നത് യഹോവയോട്, നീ സംസാരിക്കുന്നത് കർത്താവിനോട്. യെസ്,
അനേകർ കണ്ണ് തള്ളി നിൽക്കുന്ന ഒരു ബ്ലെസ്സിംഗ് ഞാൻ പറയട്ടെ. ഞാൻ ബ്ലെസ്സിംഗ് എന്ന് പറയുമ്പോൾ ഭൗതിക നന്മയുടെ കാര്യമല്ല. ഞാൻ ബ്ലെസ്സിംഗ് പറയുമ്പോൾ ആത്മിക ശുശ്രൂഷയിലുള്ള ബ്ലെസ്സിംഗ്. ഓ, ചിലവർ കാണുന്ന പോലെ, ചിലവർ സർപ്രൈസ് ആകുന്ന പോലെ, ചിലവർ അതിശയിക്കുന്ന പോലെ. ഹല്ലേലൂയ. ആമേൻ. ദൈവം ഹല്ലേലൂയ ഉയർത്തുന്നു. Yes, come on, ജനമേ, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുക. ഓ, ദൈവത്തിന്റെ വൻ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. എനിക്കറിയാം സമയം മുൻപോട്ട് പോകുന്നതെന്ന്. പക്ഷെ ഞാൻ പറയട്ടെ, ജോലിയിൽ ഒരു 15 മിനിറ്റ് കൂടി നിന്നാൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നീ 15 മിനിറ്റ് കൂടി നിൽക്കുമ്പോൾ ഒരു അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ ദൈവം അയക്കുന്നു. Yes, hallelujah. അവന്റെ സന്നിധിയിൽ ചെലവിടുന്ന ഓരോരോ നിമിഷങ്ങൾ അതൊരു ബ്ലെസ്സിംഗ് ആയി മാറുന്നു. 13 വർഷം യോസേഫിന്റെ ജീവിതം അവൻ കഷ്ടതയിലായിരുന്നെങ്കിൽ 30-ാം വയസ്സ് മുതൽ അതൊരു അനുഗ്രഹമായി മാറി. ഇന്ന് നീ ഇവിടെ ചെലവാക്കുന്ന 15 മിനിറ്റ് ചിലപ്പോൾ നിന്റെ ജീവിതത്തിന്റെ 15 വർഷത്തിന്റെ ഹിസ്റ്ററി മാറ്റുമായിരിക്കും. നിന്റെ ജീവിതത്തിന്റെ 15 വർഷത്തിന്റെ അവൻ ഹിസ്റ്ററി മാറ്റുമായിരിക്കും. യെസ്, അത് സ്വീകരിക്കുക. ദൈവത്തിന്റെ വൻ സാന്നിധ്യത്തിലൂടെ ഇറങ്ങിയിട്ടുണ്ട്. യെസ്, come on. ആമേൻ. സഹോദരിമാരെ, ദൈവം നിങ്ങളോട് ഇടപെടുന്നത് ഏറ്റവും കൂടുതൽ ആമേൻ കഴിവില്ല, ആമേൻ ദൈവത്തിന്റെ കൃപയില്ല സഞ്ചരിച്ചുകൊണ്ടിരുന്ന അനേകർ ഇവിടെ ഉണ്ട്. ദൈവത്തിന്റെ ടാലന്റിൽ നിന്ന് അനേകർ ഇവിടെ ഉണ്ട്. ഇന്ന് നിങ്ങളെ തീയിൽ വീണ് വീണ്ടും ഒന്ന് റെഡി ആയിക്കോ. Come on. പ്രാർത്ഥിക്കാനുള്ള നേരം, പ്രാർത്ഥിക്കാനുള്ള നേരം യേശുവിന്റെ നാമത്തിൽ. Come on. ദൈവസഭ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ദൈവസഭ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഈ ബാബ സത്താരബാരബ രഗജന ഗണഗണ കംദന റീബൽ ഹടവ ശെക്കലെ യേശുവിന്റെ നാമത്തിൽ. എത്ര പേരെ മനസ്സിലാക്കുന്നു? എത്ര പേർ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു? യെസ്, come on. ചിലവരെ ദൈവം തീയിലിട്ടിട്ടുണ്ട്. ഇപ്പോഴും ഹല്ലേലൂയ കത്താത്തത് ആമേൻ. നിന്റെ സമർപ്പണം അവിടെ ഇല്ല. യെസ്, ആമേൻ. നനഞ്ഞിരിക്കുന്ന അവസ്ഥയിലും കത്തിക്കുവാൻ കർത്താവിന് സാധിക്കും. യെസ്, ഒരു സമർപ്പണം, ആ തീയിൽ വീഴുവാനുള്ള സമർപ്പണം. Come on, people of God. Amen. Let you get refined. Amen. Refined ആഗ്രഹമുള്ളവർ ആ തീയിൽ ഒന്ന് വീഴാൻ ഒന്ന് തയ്യാറായിക്കേ. ദൈവത്തിന്റെ കരം നിന്റെ കൂടെ ഉണ്ട്. Yes, yes. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടൽ ആദ്യം ഇതൊരു വിന്റെ സൺഡേയായി മാറും. ദൈവത്തിന്റെ വിന്റെ പ്രസൻസ് ഉള്ള ഒരു വർഷിപ്പായി മാറും. ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടൽ, ദൈവത്തിന്റെ ആത്മാവ് കള്ളം പറയില്ല, ദൈവത്തിന്റെ ആത്മാവ് പോച്ചു പറയില്ല. ദൈവം സത്യം, ദൈവം വീണ്ടും ജീവിക്കുന്നു. മകനെ, നിനക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ട്യൂൺ കൊടുക്കാം. യെസ്, ദൈവത്തിന്റെ പവർ, ദൈവത്തിന്റെ ഗ്ലോറി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. യെസ്, നനഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ കത്തിക്കുവാൻ തയ്യാറായിരിക്കുന്ന ദൈവം, കത്തിക്കുവാൻ ഹല്ലേലൂയ കഴിവുള്ള ദൈവം ഇവിടെ ഉണ്ട്. യെസ്, 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 in Jesus' name. എന്റെ ഹൃദയത്തിന്റെ ദൈവത്തിന്റെ ഗ്ലോറി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ദൈവത്തിന്റെ ഗ്ലോറി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആത്മാവ് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവത്തിന്റെ ഗ്ലോറി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ദേ അനുഭവിക്കുന്നു, ദേ അനുഭവിക്കുന്നു, ദേ അനുഭവിക്കുന്നു. യെസ്, പറയില്ലേ, പറഞ്ഞില്ലേ, ദൈവാത്മാവ് പോച്ചു പറയില്ല, ദൈവാത്മാവ് പോച്ചു പറയില്ല. ദേ അനുഭവിക്കുന്നു, രണ്ടുപേർ അനുഭവിക്കുന്നു. യെസ്, എണ്ണങ്ങൾ കൂടക്ക, എണ്ണങ്ങൾ കൂടക്ക, എണ്ണങ്ങൾ കൂടക്ക, എണ്ണങ്ങൾ കൂടക്ക. ഓ, ഭാഷകൾ പുറപ്പെടക്ക, ഭാഷകൾ പുറപ്പെടക്ക, ഭാഷകൾ പുറപ്പെടക്ക. യേശുവേ, യേശുവേ, യേശുവേ. ഇത് ദൈവത്തിന്റെ സമയമാ, ഇത് ദൈവത്തിന്റെ സമയമാ, ഇത് ദൈവത്തിന്റെ കൊടുക്കുന്ന ആരാധനയാ. യെസ്, കാതുകൾ തുറന്ന് ആരാധിച്ച്, ഓ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്, കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച്. യെസ്, the glory of the Lord, the glory of the Lord is over here right now. Yes, Jesus' name.
ഹല്ലേലൂയ. ആമേൻ. ഓ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ആമേൻ. ആമേൻ. Come on. ആമേൻ. ഒരാൾ കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം നിയമം തരുന്നു. ദൈവസഭയെ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ദൈവസഭയെ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് സഹോദരൻ ദൈവത്തെ സ്തുതിക്കാം. യെസ്. നീ ആൾക്കാരെ നോക്കണ്ട, നിന്നെ ആൾക്കാരുടെ ശബ്ദങ്ങൾ, ആൾക്കാരുടെ ആലോചനകൾ നീ ഓർക്കണ്ട. ദൈവത്തിന്റെ anointing നിന്റെ മേൽ ഇറങ്ങിയിട്ടുണ്ട്. യേശുവിൻ നാമത്തിൽ. Languages in Jesus' name. Yes, the power of God. Graceland Church in the name. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കരമുണ്ട്. Yes, ആമേൻ. പെന്തക്കോസ്തൽ നാളിൽ പയച്ച പോലെ യെസ് ഒരു പുതിയ ഉണർവ് ദൈവസഭയിൽ അയച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ദൈവാത്മാവ് പറഞ്ഞില്ലേ, ഈ സഭായോഗം ദൈവത്തിന് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുമെന്ന്, ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞതായിരിക്കുമെന്ന് പറഞ്ഞില്ലേ. ദൈവത്തിന്റെ ആത്മാവ് ബോധ്യം പറയണപ്പാ, അപ്പാ. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്ത് യോഗ്യത ഉണ്ട് കർത്താവേ, എന്ത് യോഗ്യത. എന്റെ ദൈവമേ, ഇത്രേ ഞങ്ങളെ സ്നേഹിക്കാൻ, ഇത്രേ ഞങ്ങൾക്ക് വേണ്ടി കരുതുവാൻ, ഇത്രേ ഞങ്ങളെ മാനിക്കുവാൻ. ആമേൻ. അനേകർ ഞങ്ങളെ തള്ളി പറഞ്ഞു, അനേകർ ഞങ്ങളെ തള്ളി കളഞ്ഞു, അനേകർ പറഞ്ഞു ഇവർ തീരുന്നത്, അനേകർ ന്യായം വിധിച്ചു. ഞങ്ങൾ യോസേഫിന്റെ പോലെ കുഴിയിൽ വീണപ്പോൾ എന്റെ സഹോദരന്മാർ, ഞങ്ങളുടെ കൂടെ നിന്നവർ ഞങ്ങളെ നോക്കി ചിരിക്കുമ്പോൾ യോസേഫിനെ പോലെ ഞാൻ എന്റെ കണ്ണുകൾ ഉയർത്തുന്നത്, എന്നെ പോലെ ഞാൻ എന്റെ കണ്ണുകൾ ഉയർത്തുന്നത് എന്റെ കർത്താവിലോട്ട്. സഭയ്ക്കുള്ള ഈ വർഷത്തിന്റെ എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച എന്റെ ദൈവത്തിൽ നിന്ന് വരുന്നു. കുഴിയിൽ ഇരിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിലേക്ക് നോക്കുന്നു. കുഴിയിൽ ഇരിക്കുമ്പോൾ ഞാൻ ആകാശത്തിലേക്ക് നോക്കുന്നു. എന്റെ സഹായം, എന്റെ സഹായം. ദൈവസഭയെ ഒന്ന് പ്രാർത്ഥിച്ചേ. എന്റെ സഹായം, എന്റെ ദൈവമേ, അങ്ങേന്ന് വരുന്നു. ഇന്നും ഈ ദൈവസഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇന്നും ഈ ദൈവസഭയ്ക്ക് വേണ്ടി നീ എന്നും ഇറങ്ങി വരുന്നു. ഇനി എന്ത് തെളിവ് ഞാൻ നിനക്ക് തരണം? ദൈവം ചോദിക്കുന്നു, ഇനി എന്ത് തെളിവ് ഞാൻ നിങ്ങൾക്ക് തരണം? ഞാൻ എന്റെ പ്രവൃത്തി തുടങ്ങി. ദൈവം പറയുന്നു, ഞാൻ എന്റെ ഈ സഭയെ പണിയും. ദൈവം പറയുന്നു, ഞാൻ എന്റെ ഈ സഭയെ പണിയുന്നു. ദൈവം പറയുന്നു, ഞാൻ എന്റെ ഈ സഭയെ പണിയുന്നു. യെസ്, ഉച്ചത്തിലൊരാമേൻ പറ, ഉച്ചത്തിലൊരാമേൻ പറ. ദൈവം പറയുന്നു, പാതാള ഗോപുരം ശയിക്കത്തില്ല. എന്റെ കൂടെ പറ, ഞാൻ പറയുന്ന കഴിഞ്ഞ വീണ്ടും പറ, പാതാളമേ ഒരക്കെ, പാതാളമേ നീ ഒരിക്കലും യേശുവിൻ നാമത്തിൽ ഞങ്ങൾ നിന്നെ ശാസിക്കുന്നു. നീ ഒരിക്കലും ജയിക്കത്തില്ല. നീ ഒരിക്കലും നീ ജയിക്കത്തില്ല. നീ പരാജയമുള്ളവൻ. You are defeated. Hallelujah. Declaration in Jesus' name. ദൈവം ഉയർത്താൻ തുടങ്ങി. ദൂരദർശനത്തിന് വേണ്ടി ദൈവം ഉയർത്താൻ തുടങ്ങി. യെസ്, സഭയായി കഴിവുകളുടെ ദൈവത്തെ ശ്രമിച്ചു. പ്രവചനങ്ങൾ, anointings, deliverances ദൈവസഭയിൽ തുടങ്ങി. അഹങ്കരിക്കരുത്. നമ്മൾ ഇന്നും എന്നും
പാതയിൽ മുട്ടം മടക്കി ദൈവമേ നീ ഞങ്ങളോട് സംസാരിക്കണം. ഹല്ലേലൂയ. ഇനിയും വൻ പ്രവർത്തികൾ ദൈവം ചെയ്യണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ പിതാവേ, തന്റെ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ ദൈവം ഞങ്ങളുടെ വൻ കർത്താവെ സാന്നിധ്യത്തിനായി തന്നെ ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസസിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യെസ്, വി ബിലീവ് ഇൻ യു ജീസസ്. ന്യൂസിലൻഡിൽ ഈ ദൈവസഭ അങ്ങയുടെ നാമത്തിന് വേണ്ടി ഉയർന്നു. അങ്ങയുടെ നാമം വെളിപ്പെടാൻ വേണ്ടി ദൈവസഭയെ അങ്ങ് യൂസ് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും വിഭജിക്കും. അനേക സ്ഥലത്തിൽ അരിക്കുന്നവർ നോക്കി പറയും, ഇത് എങ്ങനെ സംഭവിച്ചു, ഇത് എങ്ങനെ നടന്നു? അന്ന് ഞങ്ങൾ പറയും, ഇതെന്റെ ദൈവത്താൽ, ഇത് ഞങ്ങളുടെ ദൈവത്താൽ. യെസ്, ഈ ആഴ്ച ദൈവമാശ്വാസം തരുവാണെങ്കിൽ ഞങ്ങളെ നടത്തണമേ, ഞങ്ങളുടെ കൃപയിൽ പുതിയണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിഞ്ചു കുഞ്ഞു മുതൽ മുതിർന്നവരെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വഴി തുറക്കണമേ. ഹല്ലേലൂയ. എല്ലാ മാനം മഹത്വവും എന്റെ കർത്താവിന്. പ്രാർത്ഥനകളുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യത്തിലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മളെ ചാനൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം